بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفلا يتدبرون القرآن أم على قلوب أقفالها صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم كتاب الله فيه نبأ ما قبلكم وخبر ما بعدكم وحكم ما بينكم هو الفصل ليس بالهزل ومن تركه من جبار قسمه الله ومن ابتغى الهدى في غيره أذله الله وهو حبل الله المتين وهو الذكر الحكيم وهو الصراط المستقيم ومن قال به صدق ومن حكم به عدل ومن هدى إليه ومن دعا إليه هدى إلى صراط مستقيم صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم دواه كلب خمسة فتلاوة بتدبر المعنى وللبطن الخلاء وقيام الليل والتضرع بالسحر ومجالسات الصالحين الفضلاء وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من نبذ العاصي صلاة الله معها تحيته سلام الله إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما സമാദരണീയനും ബഹുമാന്യനുമായ യോഗാധ്യക്ഷൻ, പ്രോത്സാഹനജനകമായ ആഹ്ലാദഭരിതമായ ഈ പ്രോജ്വലമായൊരു സംഗമത്തിന്റെ കാര്യദർശി എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് തമാം ഗ്രൂപ്പിന്റെ MD ബഹുമാന്യനായ AR നൗഷാദ് സാഹിബ്, ഈ പുണ്യമായ സദസ്സിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയനും ബഹുമാന്യനുമായ നമ്മുടെ എല്ലാവരുടെയും പണ്ഡിത ശ്രേഷ്ഠൻ ജാമിയ മന്നാനിയുടെ പ്രിൻസിപ്പൽ ഷെയ്ഖുന KP ഉസ്താദ് അവറുകൾ സ്വാഗത പ്രഭാഷണം നടത്തിയ ഒരു പതിറ്റാണ്ട് കാലമായി ഈ ജമാഅത്തിന് ആത്മീയ നേതൃത്വത്തിൽ കർമ്മനിരതമായ യൗവനം തള്ളി നീക്കിയ ബഹുമാന്യ സുഹൃത്ത് സിദ്ദീഖ് മന്നാനി, എൻ്റെ ആദരണീയ ഗുരുനാഥനും ജാമിയ സ്വലാഹിയ കടുവയിൽ പ്രിൻസിപ്പളുമായ ബഹുമാന്യനായ സയ്യിദ് മുസ്തഫ ഹസ്രത്ത് അവറുകൾ, ബഹുമാന്യനായ ഷംസുദ്ദീൻ ഉസ്താദ് അവറുകൾ, ആദരണീയരും ബഹുമാന്യനായ അബ്ദുറഹീം ബാക്കവി, പ്രിയപ്പെട്ട കേന്ദ്ര ജമാഅത്ത് ഇമാം ബഹുമാന്യ സുഹൃത്ത് നാസിമുദ്ദീൻ മന്നാനി, ഉജ്ജ്വല പ്രഭാഷകൻ കടുവയിൽ ഷാജഹാൻ മൗലവി, വേദിയിൽ ഉപവിഷ്ടനായ ബഹുമാന്യനായ ചക്കമല ഷംസുദ്ദീൻ മന്നാനി, ഈ നാട്ടിലെ ഒരു വലിയ കൂട്ടായ്മയുടെ നടുവിലെ നിത്യ സാന്നിധ്യമായ, ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കണ്ട് പരിചയപ്പെടുന്നതെങ്കിലും ജീവകാരുണ്യ മേഖലയിൽ ഒരു നല്ല മാതൃകയായ ബഹുമാന്യനായ കൈരളി ഫാഷൻ ജുവല്ലറിയുടെ MD ബഹുമാന്യനായ നാദർ ഷാ സാഹിബ്, പ്രിയപ്പെട്ട സുഹൃത്ത് ആസാദ് സാഹിബ്, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ഇവിടുത്തെ വാട്സപ്പ് കൂട്ടായ്മ, ഫേസ്ബുക്ക് കൂട്ടായ്മ, റാക്കിന്റെ പ്രവർത്തകർ, പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാന്യനായ അഡ്വക്കേറ്റ് അസീം ഹുസൈൻ സാഹിബ്, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ബഹുമാന്യരായ ആദരണീയരായ മഹത് വ്യക്തിത്വങ്ങളെ സാന്നിധ്യം കൊണ്ട് വിശിഷ്ടമായി സദസ്സിനെ അതിലേറെ വരിഷ്ഠവും വൈശിഷ്ട്യവുമാക്കിയ പ്രിയപ്പെട്ട ഹാഫിളീങ്ങളെ, പണ്ഡിത വരേണ്യരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്ക് എന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. അതിരട്ട ദയാപരനും അത്യുദാരനും അനുഗ്രഹദാതാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ ഖുർആനിന്റെ നാദവേദികൾ അമൃതായി പെയ്തിറങ്ങിയ ഈ അനുഗ്രഹീതമായ സന്ധ്യയിൽ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വർഗത്തിൽ ഹാഫിളീങ്ങൾക്ക് ഒരുക്കി വെച്ച മുഹിബുൽ ഖുർആനുകൾ ഇറക്കി വെച്ച ആ വലിയ സൗഭാഗ്യത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെയേറെ സമയം കടന്നുപോയി. വളരെയേറെ പോകാൻ ധൃതി എനിക്കല്ല, നൗഷാദ് സാഹിബിനാണ്. എത്ര മണിക്കാ പോകത്ത്? എത്ര മണിക്കാ പോകേണ്ടത്? 3:30ക്കുള്ള ഫ്ലൈറ്റ്. അപ്പൊ ഏതാണ്ട് ഒരു 11 മണിയാകുമ്പോഴെങ്കിലും ഇവിടെ നിന്ന് അവസാനിച്ചിറങ്ങണം. അത് 10:30 മണിക്ക് പോകാൻ ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരാളാണ്. എനിക്ക് കോഴിക്കോട് എത്ര നാളെ രാവിലെ 8 മണിക്ക് 10:30 മണിക്ക് ബുക്ക് ചെയ്ത് ഞാൻ ഇന്നലെയും മിനിങ്ങാന്നും ഒക്കെ സിദ്ദീഖ് മന്നാനിയോടും നൗഷാദ് സാഹിബിനോടും വിളിച്ച് എനിക്കൊരു 10 മണിക്ക് ഇവിടെ നിന്ന് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു പരിപാടിയുടെ സ്വാഭാവികമായ പരിണാമം അതെത്ര നമ്മൾ പരിശ്രമിച്ചാലും ചില സമയത്ത് നമ്മുടെ കയ്യിലൊതുങ്ങില്ല. അതൊന്നൊരു സ്വാഭാവിക പരിണാമമായി കരുതി അതൊരു പരിഭവമോ പരിതാപമോ പരിമിതിയോ ഒക്കെയാണെന്ന് മനസ്സിലാക്കി ഒരു പരിഭവമില്ലാതെ ഞാൻ ഏൽപ്പിച്ച എൻ്റെ കർമ്മത്തിലേക്ക് കടന്നു പോവുകയാണ്. ഉള്ള സമയം ധാരാളം സഹോദരിമാരെത്തിയിട്ടുണ്ട്. തമാം ഹോളി ഖുർആൻ അവാർഡ് എന്തിനു വേണ്ടി ഇവിടെ നടന്നു എന്നതിൻ്റെ ഒരു ഉപക്രമം ഇവിടെ നടക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടുണ്ടാകേണ്ട ഫലം എന്താണ്? തമാം ഹോളി ഖുർആൻ അവാർഡ് കൊണ്ട് തമാം ഗ്രൂപ്പിന് നേട്ടമുണ്ടായതുകൊണ്ട് കാര്യമില്ല. ഈ വന്ന ആളുകളുടെ പ്രൈസ് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന 2 രാത്രികൾ കൊണ്ട് അവിരാമമായി നടക്കുകയും 2 രാത്രികൾക്കപ്പുറം വിരാമം സംഭവിച്ച് അവസാനിക്കുകയും ചെയ്യേണ്ട ഒരു പ്രക്രിയ അല്ല ഇത്. യഥാർത്ഥത്തിൽ എൻ്റെ ആഗ്രഹം ബഹുമാനനായ നൗഷാദ് സാഹിബിന്റെ മനസ്സിലെ അതിയായ ആഗ്രഹത്തിൽ നിന്ന് ഞാൻ വീണ്ടും തുടങ്ങുകയാണ്. റാത്തിക്കലെ ഓരോ വീടുകളിലും ഓരോ ഹാഫിളുകൾ ഉണ്ടാവുക എന്നതാണ് തമാം ഗ്രൂപ്പിന്റെ വലിയൊരു ആഗ്രഹമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ലോക പ്രശസ്തനായ മലയാളിയായ ഒരു സഞ്ചാരകൻ അദ്ദേഹം വിദേശ നാടുകൾ സന്ദർശിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, ഹൃദയസ്പൃക്കായ ഒരു അനുഭവം അദ്ദേഹം നാമുമായി പങ്കുവെക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സഞ്ചാര സാഹിത്യത്തിൽ. അദ്ദേഹം പറയുന്നു, ലോകത്തിൽ ഏറ്റവും വലിയ അതിവേഗ നഗരമായ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ലോകത്തിലെ പരിഷ്കാരത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമെന്ന് 1000 വട്ടം നമ്മൾ പറയുന്ന ന്യൂയോർക്ക് നഗരത്തിലെ യാത്രക്കിടയിൽ രാവിലെ സുബഹി നമസ്കരിക്കാൻ ഞാൻ താമസിക്കുന്ന 7 സ്റ്റാർ ഹോട്ടലിന്റെ തൊട്ടടുത്തുള്ള ജുമാ മസ്ജിദിലേക്ക് ഞാൻ സുബഹി നമസ്കരിക്കാൻ പോയി. ഒന്നുകൊടുത്ത് പള്ളിക്കുള്ളിൽ വിശാലമായ പള്ളി. ന്യൂയോർക്ക് നഗരത്തിന്റെ കഥ നമ്മൾ അറിയുന്നത് പോലെ മാത്രമല്ല, അരയ്ക്ക് പോട്ട് വസ്ത്രമില്ലാത്ത പെണ്ണിന്റെ കഥകളെ കുറിച്ച് നാം ആകുലപ്പെടുമ്പോ മറുഭാഗത്തുള്ള ഇസ്ലാമിന് അനുസ്യൂതമായ വളർച്ച നാം ഇവിടെ കാണാതെ പോകുന്നു എന്നത് നമ്മുടെ ഒരു വലിയ പരിമിതികളാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പള്ളിയിലേക്ക് കയറി, ശീതീകരിച്ച ആ പള്ളിയിലേക്ക് കയറി. ആദ്യത്തെ സഫിൽ മുഅദ്ദിൻ ബാങ്ക് വിളിച്ചു. ആദ്യത്തെ സഫിൽ മുഅദ്ദിന്റെ തൊട്ടുപിറകിൽ ബാങ്ക് വിളിക്കുന്നതിന്റെ പുറകിൽ സുന്നത്ത് നമസ്കാരം നിർവഹിച്ച് ഞാൻ സുബഹി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ പള്ളിയിലെ മുഅദ്ദിൻ എന്റെ പുറകിൽ വന്ന് തോണ്ടി വിളിച്ചു. എന്നോട് ചോദിച്ചു, നിങ്ങൾ ഒരു ഹാഫിളാണോ? ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളാണോ? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഹാഫിളല്ല. മുഅദ്ദിൻ സാഹിബ് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഈ പള്ളിയുടെ 5ാമത്തെ സഫിലേക്ക് ഇരിക്കുക. ഇവിടെ 5 വഖത്ത് നമസ്കാരങ്ങൾക്കും ഈ പള്ളിയുടെ ആദ്യത്തെ 4 സഫുകളിലും ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഹാഫിളീങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു ഹാഫിളാവാത്തതിന്റെ പേരിൽ 5ാമത്തെ സഫിലേക്ക് ഞാൻ ഇറങ്ങി മാറ്റിയപ്പോ എന്റെ ജീവിതത്തിൽ ഒരു ഹാഫിളാവാത്തതിന്റെ നട്ടമെന്ന് എന്റെ മനസ്സിൽ തോന്നിയത് എനിക്ക് അപ്പോഴാണ്. ഇതൊരു പഴക്കച്ചവടക്കാരന്റെ ഓർമ്മക്കുറിപ്പുകളല്ല, കേരളം കണ്ട വലിയൊരു യാത്രാ വിവരണക്കാരന്റെ യാത്രാ വിവരണമാണിത്. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നില്ല. രണ്ടാമത് അദ്ദേഹം പറയുന്നു, അവിടെ നിന്ന് പിന്നീട് ഞാൻ ഒരിക്കൽ യാത്ര പോയി ദക്ഷിണാഫ്രിക്കയിൽ. കറുകറുത്ത ഇന്നും തൊലിക്ക് നിറം നൽകുന്ന മെലനിൻ എന്ന രാസവസ്തു കുറഞ്ഞതിന്റെ പേരിൽ കാലിൽ കിടക്കുന്ന ബൂട്സിനേക്കാൾ കറുത്ത മനസ്സുള്ള വെള്ളക്കാരന്റെ വെടിയുണ്ടകളേറ്റ് പിടഞ്ഞു വീഴുന്ന കറുത്തവർഗക്കാരന്റെ നാട്, പരിഷ്കൃതമല്ലാത്ത ജനതയുടെ നാട്, ദക്ഷിണാഫ്രിക്കയിലെ ഇരുണ്ട ദക്ഷിണാഫ്രിക്കയിലെ പരിഷ്കാരമെത്താത്ത നാഗരികതയെത്താത്ത ദക്ഷിണാഫ്രിക്കയിലെ ഒരു ഗ്രാമത്തിലൂടെ ഞാൻ നടന്നുപോയി. എന്റെ യാത്രാ സഞ്ചാരത്തിന്റെ ഇടയിൽ വഴി തെറ്റിയപ്പോൾ വഴിയിലൂടെ നടന്നു വന്ന ഒരു 12 വയസ്സോ 10 വയസ്സോ പ്രായമുള്ള കുട്ടിയോട് ഞാൻ വഴി ചോദിച്ചു. അദ്ദേഹത്തെ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, മോനെ, ഇന്ന സ്ഥലത്തേക്ക് പോകാൻ ഏത് വഴിയിലേക്കാണ് പോകേണ്ടത്? ആ സമയത്ത് ആ കുട്ടി എന്നോട് പറഞ്ഞു, എവിടേക്ക് തിരിഞ്ഞാലും അള്ളാഹുവിന്റെ വടികളല്ലേ തൃപ്തികളല്ലേ ഉള്ളത്, ആ വടിയിലേക്ക് തിരിയുക. അത്ഭുതത്തോടെ ഞാൻ 12 വയസ്സുള്ള കറുകറുത്ത ചപ്രച്ച തലമുടിയുള്ള
നന്നായി കറുത്ത് ചുരുണ്ട ചുണ്ടുകളുള്ള ആ കുട്ടിയോട് ഞാൻ വീണ്ടും ചോദിച്ചു, മോനെ, ഞാൻ നിന്നോട് ചോദിച്ചത് ഇന്ന സ്ഥലത്തേക്ക് പോകാൻ ഏത് വഴിയിലേക്ക് നടക്കണമെന്ന്. ആ കുട്ടി എന്നോട് മറുപടി പറഞ്ഞു, ലാ തസ്അലു അൻ അശിയാ ഇൻ തുബദലക്കും തസൂക്കും. ഇനി കൂടുതൽ ചോദ്യം വേണ്ട, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ കുട്ടിയോട് കൗതുകത്തോടെ സംസാരിച്ചപ്പോ പിന്നീട് ഞാൻ ആ കുട്ടിയോട് ചോദിച്ച മുഴുവൻ ചോദ്യത്തിനും അവൻ മറുപടി പറഞ്ഞത് ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട്. അത്ഭുതത്തോടെ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ, ഈ ഗ്രാമം ഏത്? ആ കുട്ടി പറഞ്ഞ മറുപടി, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ചെറിയ ഗ്രാമമാണ്, ഇവിടുത്തെ മുഴുവൻ ആണുങ്ങളും പെണ്ണുങ്ങളും ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലും മിക്കവാറും ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു, പത്രേ, ഞാൻ ആ അപരിഷ്കൃതമായ നഗരത്തിന്റെ ഗ്രാമവാസികളുടെ ഖുർആനിന്റെ അത്ഭുതത്തിന്റെ മുമ്പിൽ ഞാൻ ഒരു ഭാരാരിട്ടതയോടെ ഞാൻ നിന്നുപോയി എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞത് നാഗരികതയുടെ തലസ്ഥാനത്തിന്റെ കഥ. അവിടുത്തെ ജുമുഅത്ത് പള്ളിയിൽ ആദ്യത്തെ 4 സഫുകളിൽ ഹാഫിളീങ്ങളാണത്രേ. രണ്ടാമത് ഞാൻ പറഞ്ഞത് പരിഷ്കാരം തൊട്ടിട്ടില്ലാത്ത ഒരു ഇരുണ്ട ആഫ്രിക്കയുടെ കഥ. അവിടുത്തെ മുഴുവൻ കുട്ടികളും ആണുങ്ങളും പെണ്ണുങ്ങളും ഖുർആൻ കൊണ്ട് സംസാരിക്കുന്നവരാണത്രേ. ഇൻഷാ അല്ലാഹ് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞതുപോലെ ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട്. അതാണ് നൗഷാദ് സാഹിബ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഐ ഹാവ് എ ഡ്രീം. ലൂതർ കിങ്ങിന്റെ ഒരു വാക്കുണ്ട് സ്വാതന്ത്ര്യ പ്രഭാഷണത്തിൽ, ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം മറ്റൊന്നുമല്ല, തമാം ഹോളി ഖുർആൻ അവാർഡ് നൈറ്റ് ഇതേപോലെ നടന്നു പോകുമ്പോ ഇൻഷാ അല്ലാഹ് അനധിവിദൂരമായ കാലങ്ങളിൽ റാത്തിക്കൽ മുസ്ലിം ജമാഅത്തിന്റെ ആദ്യത്തെ 5 സഫുകളിൽ ഹാഫിളീങ്ങളെ കൊണ്ട് നിറയപ്പെടുന്ന ഒരു കാലം, ആ കാലമാണ് നമ്മുടെ സ്വപ്നം എന്ന് ഞാൻ ഇതിന് ഉപക്രമമായി, ഇതിന് അവസാനമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആ ഒരു സ്വപ്നത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകേണ്ടത്. ഒരു വർഷം കൊണ്ട് അവസാനിക്കുന്ന ഒരു അവാർഡല്ല, ഇതുകൊണ്ട് ആർക്കും നേടാനില്ല. ഇന്നുരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അബുദാബി റേഡിയോയിൽ വെച്ച് ആദ്യമായി നൗഷാദ് സാഹിബ് എന്നോട് ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഈ റമദാനിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്ന് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഇതിന്റെ ഉദ്ദേശം? അദ്ദേഹം പറഞ്ഞ വാക്കാണ്, നുരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. ഞാൻ ഇതുകൊണ്ടൊരു ഇസ്ലാഹാണ്, ഞാനൊരു മുസ്ലിഹാണ്, ഞാനൊരു ഗുണകാംക്ഷിയാണ്. ഇൻഷാ അല്ലാഹ് ആ ഒരു സ്വപ്നത്തിന് വേണ്ടി നമുക്ക് കാതോർക്കാം. റാത്തിക്കലെ ജമാഅത്തിന്റെ ഭാരവാഹികൾ, റാഖ് കൂട്ടായ്മയുടെ ചെറുപ്പക്കാർ, ഇവിടുത്തെ പണ്ഡിതർ, ഇവിടുത്തെ ഉമറാക്കൾ, സ്ത്രീകൾ, എല്ലാവരും നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു തീരുമാനമെടുക്കാം. ഇത് കുറച്ച് വർഷം കഴിയുമ്പോ റാത്തിക്കൽ ജുമാ മസ്ജിദിന്റെ സഫുകളെ ഹാഫിളീങ്ങളെ കൊണ്ട് നിറയ്ക്കാൻ കഴിയുന്ന, ഒരു ഹാഫിസ് മുഹമ്മദ് മാത്രമല്ല, അതുകൊണ്ട് നിറയ്ക്കാൻ കഴിയുന്ന ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് കണ്ണു തുറക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാമേ പറ മനുഷ്യന്മാരെ, ഞാൻ ഇത്രയും ആവേശത്തിൽ ഒരു വലിയ സ്വപ്നം പറയുമ്പോൾ നമ്മൾ സ്വപ്നം കാണുന്നതിന് അതിർവരമ്പുകളില്ലല്ലോ. നമ്മൾ സ്വപ്നം കാണുന്നതിൽ പോലും മുസ്ലിമീങ്ങൾ പുറകിലാണ്. ഞാൻ അങ്ങനെ അഭിപ്രായപ്പെടുന്ന ആളാണ്. എന്താണ് മക്കളെ കുറിച്ചുള്ള ആഗ്രഹം? ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം. ഒരു ഡോക്ടറായാൽ പ്രൈമറി ഹെൽത്ത് സെന്ററിന് മുമ്പിൽ വരുന്ന രോഗികളെ പരിചരിക്കാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ഡോക്ടർക്ക് എവിടെ എത്താം? മെഡിക്കൽ കോളേജ് വരെ. ഒരു എഞ്ചിനീയറിന് അദ്ദേഹം കണ്ടുപിടിക്കുന്ന ഒരു കണ്ടുപിടുത്തത്തിന്റെ, ഒരു ഡിസ്കവറിയുടെ പ്രയോജന വക്താക്കൾക്ക് മാത്രം. ഞാൻ പറയുന്നു, മക്കളെ IAS കാരനാക്കാൻ സ്വപ്നം കാണണം. കാരണം കേരളം നിയന്ത്രിക്കുന്നത് IAS കാരൻ, ഭരണത്തെ നിയന്ത്രിക്കുന്നത് IAS കാരനാണ്. ഇന്ത്യ രാജ്യത്തെ നിയന്ത്രിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ല. അദ്ദേഹത്തിന് നിയമങ്ങളും ഉപമകളും പറഞ്ഞു കൊടുക്കുന്ന പിണറായി വിജയനല്ല. അദ്ദേഹത്തിന് നിയമങ്ങളുടെ നൂലാമാലകളും പദ്ധതികളും പരിഷ്കരിപ്പിച്ചു കൊടുക്കുന്ന IAS കാരന്റെ ചിന്തയിലും വിരൽത്തുമ്പുകളിലുമാണ് ഒരു രാജ്യം മുമ്പോട്ട് നടക്കുന്നത്. രാജ്യത്ത് നടത്താൻ കഴിയുന്ന ഒരു ഹാഫിളായ IAS കാരനെ ആവണം നാം സ്വപ്നം കാണേണ്ടത്. അതുകൊണ്ട് സ്വപ്നത്തിന് പിശുക്ക് കാണിക്കാൻ പാടില്ല. നമ്മൾ എന്തിനാണ് എഞ്ചിനീയറിംഗിലും ഡോക്ടറിലും പിശുക്ക് കാണിക്കുന്നത്? സ്വപ്നത്തിന് പിശുക്കുകളില്ല. ആ സ്വപ്നം എപ്പോഴും ആഗ്രഹമാണ്. സ്വപ്നമാണ് ആഗ്രഹമായി വരിക, ആഗ്രഹമാണ് ലക്ഷ്യമായി വരിക, ലക്ഷ്യമാണ് വിജയത്തിലേക്ക് നമ്മളെ എത്തിക്കുക. അതുകൊണ്ട് നമ്മുടെ ഈ സ്വപ്നത്തിൽ നമുക്ക് പിശുക്ക് വേണ്ട. ചോദിക്കും, വാക്കവീതം നടക്കുമോ? എന്തുകൊണ്ട് നടക്കില്ല? നമ്മുടെ മക്കൾ അങ്ങനെ ആകുമോ? എന്തുകൊണ്ടാവില്ല? ഒരു മാനസിക വൈകല്യത്തിന്റെയും ശാരീരിക വൈകല്യത്തിന്റെയും ഇടയിൽ ഹാഫിസ് മുഹമ്മദ് എന്ന 12 വയസ്സുകാരനത് കഴിഞ്ഞുവെങ്കിൽ പരിമിതികളില്ലാത്ത നമുക്കെന്തുകൊണ്ട് കഴിയില്ല എന്ന ചോദ്യം എന്തുകൊണ്ട് നമ്മുടെ മനസാക്ഷിയോട് ചോദിച്ചുകൂടാ? അവൻ പരിമിതികളുടെ ഉള്ളിലാണ് വിജയം നേടിയത്. ഒന്ന് കണ്ട് ഞാൻ എന്റെ വിഷയം ഇൻഷാ അല്ലാഹ് പറയാം. അതിനുള്ള വിഭവശേഷി ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ ഇത്രയും നേരം ഇരുന്നപ്പോ ഞാൻ വളരെ അസ്വസ്ഥനാണ്. ഞാൻ എന്റെ ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞു, ട്രെയിന് പോക്ക് അടക്കൂല, ടിക്കറ്റ് റദ്ദാക്ക്, വീട്ടിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുക.
കാരണം 5 മിനിറ്റിൽ ഒതുക്കാൻ എനിക്ക് കഴിയില്ല, ബാക്കി എല്ലാവർക്കും ഒതുക്കാം. ഞാൻ ഒതുക്കാൻ പറ്റാത്തവനായതുകൊണ്ട് ഞാൻ എൻ്റെ ലക്ഷ്യം പറഞ്ഞേ മതിയാവൂ. ഞാൻ ഒതുക്കിയാൽ പറയും അദ്ദേഹം ഉഴപ്പിയിട്ട് പോയി എന്ന് പറയും. ഏതായാലും ഞാൻ ഇത്രയും പൈസ ചെലവഴിച്ച് എൻ്റെ സുഹൃത്ത് നടത്തിയ ഈ ശ്രമത്തോട് ഞാൻ സഹകരിക്കുകയാണ്. പക്ഷെ അതിന്റെ പുറകിലുള്ള എൻ്റെ ബുദ്ധിമുട്ടുകൾ ഏതായാലും അള്ളാഹു നമ്മെ ഖൈറിലാക്കട്ടെ. ഒരു ബുദ്ധിമുട്ടിന് അപ്പുറത്തുണ്ടാകുന്ന ഖൈറുകളിലാണ് നമ്മുടെ കൺവെട്ടും. ഞാൻ ഇവിടെ കണ്ട ഈ റിസൾട്ട് വായിക്കുമ്പോൾ മുതൽ ഞാൻ ഈ വർക്കലയിൽ കണ്ടുമുട്ടിയ, ഞാൻ ഈ കസേരയിൽ നിന്ന് ചിന്തിച്ച ഒരു രസക്കൂട്ടുണ്ട്. കാരണം സീനിയർ ഖിറാഅത്തിൽ 1ാം സമ്മാനം നേടിയത് ഫത്തഹുദ്ദീൻ മന്നാനി എന്ന ഒരു പണ്ഡിതന്റെ 2 മക്കളാണ്. അവർ 2 പേരും പഠിക്കുന്നത് കടുവ സലാഹിയിലാണ്. ഈ വർക്കലയ്ക്കപ്പുറത്ത് നിങ്ങൾ നട്ടുവളർത്തിയ ജാമിയ മന്നാനിയിൽ ഇസ്ലാമിന്റെ പാഠങ്ങൾ പഠിച്ച ഒരു പിതാവിന്റെ ആഗ്രഹത്തിലൂടെ പിറന്നു വന്ന മക്കളാണ് ജാമിയ സലാഹിയിലെത്തി ഈ ഖുർആനിന്റെ വിജയം വാങ്ങി ഇവിടെ നിന്ന് തിരിച്ചുപോയത്. ഈ ചുറ്റുവട്ടത്ത് ഉരുത്തിരിഞ്ഞ ഒരു ദീനി വിജ്ഞാനത്തിന്റെ വിപ്ലവം വർക്കലക്കാരെ നിങ്ങൾ മനസ്സിലാക്കിയോ എന്നെനിക്ക് സംശയമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കിയത് അതാണ്. ഇതെല്ലാം ഇവിടെ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. ആ ഒരു ഉരുത്തിരിയലിൽ നിന്ന് ഈ പള്ളിയുടെ മഹല്ല് മുഴുവൻ നിർവഹിക്കാൻ കഴിയുന്ന ഹാഫിളിങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. കാരണം കേരളത്തിൽ ആദ്യമായി കുറെ നന്മകൾ ഇവിടെ ഒത്തുകൂടുന്നുണ്ട്. ഒന്ന്, കേരളത്തിൽ ആദ്യമായി ഒറ്റക്കൊരു ഹോളി ഖുർആൻ അവാർഡ് നടത്തിയ ഒരേ ഒരു വ്യക്തി നിങ്ങളുടെ ഈ റാത്തിക്കലുകാരനാണ്. അതിന് ഉഷാദ് സാഹിബാണ്. ഒരു വ്യക്തി ഇതേവരെ എന്റെ അറിവിൽപ്പെട്ടിടത്തോളം അതിന് മുമ്പോട്ട് വന്നിട്ടില്ല. കല്യാണങ്ങൾ നടത്താറുണ്ട്, അനാഥ വിവാഹങ്ങൾ നടത്താറുണ്ട്, മക്കളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് നടത്താറുണ്ട്. പക്ഷേ ഞാൻ ഔഷാദ് സാഹിബിനെ വേറൊരു വാക്കത്തിൽ തമാം ഗ്രൂപ്പിന്റെ MD എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഒരു മുഹിബുൽ ഖുർആനാണ്. നമുക്ക് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാം. തജ്വീദിനെ കുറിച്ച് വളരെ വാചാലമായി അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. തബാറക് ഓദറ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഷാജാൻ മൗലിയോട് പറയായിരുന്നു, നിങ്ങൾക്ക് കുരുത്തക്കേടൊന്നും കിട്ടില്ല, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. സൂറത്തുൽ മുൽക്ക് ഓതുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഇപ്പോഴും കടന്നുപോയിട്ടില്ല. കാരണം നമ്മുടെ വിജ്ഞാനം എത്രത്തോളം പരിമിതമായി മാറുകയാണ്. ഒരു ഏക വ്യക്തി ഒരു ഹോളി ഖുർആൻ അവാർഡ് നടത്തിയ ഒരു ഏക വ്യക്തി അതിന് ഉഷാദ് സാഹിബും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ്. രണ്ടാമത്, ഇനി നൗഷാദ് സാഹിബിനെ കൊണ്ട് ഇതെല്ലാം കൂടെ തലയിലേക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് താങ്ങാവാൻ പറ്റുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. നാദിർ സാഹിബ് ചില്ലറക്കാരനൊന്നുമല്ല. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് കടുവയിലിനോട് ചോദിച്ചു, ഇത് ആരായി നാദിർ സാഹിബ്? എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ 2 പേരും അടുത്തടുത്താണ്. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് തൊട്ടടുത്തെന്നാണ് ചവറുകോട്. ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. കേൾക്കാൻ കാരണം, ഞാൻ ജാമിയ ഹിദായത്ത് ഇസ്ലാം പൂന്ത്രയിലിരിക്കുമ്പോൾ എന്റെ ബഹുമാനിയുടെ ഉസ്താദന്മാർ കല്ലമ്പൽ അർഷദ് കാസിബി, എന്റെ സുഹൃത്ത് മുനീർ മൗലവി വർക്കല, ഞങ്ങളുടെ സീനിയറായി പഠിച്ചൊരു അബ്ദുറഹ്മാൻ മൗലവിയുടെ നെടുമങ്ങാടുകാരൻ, ജീവിതത്തിൽ വല്ലാത്ത പ്രാരാബ്ദങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾ, അഭിമാനത്തോടെ ജീവിക്കുന്ന ഞങ്ങളുടെയൊക്കെ ഒരു ജ്യേഷ്ഠ സഹോദരൻ. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണമായി. ഒന്നിനും ഒരു വടിയും കാണാതെ ആ പാവപ്പെട്ട മുഅല്ലിം, വർഷങ്ങളായി അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു കൊടുത്ത മുഅല്ലിം, അദ്ദേഹത്തിന്റെ ചേട്ടൻ, അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ അൽഹാദി എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘത്തെ സമീപിച്ചു. അദ്ദേഹത്തിന്റെ കഥ എറിഞ്ഞ് സഹായിക്കാൻ കഴിയാതെ അതിനേക്കാൾ പാപ്പരായ ആളുകൾ, മുക്രിയേക്കാൾ പാപ്പരാണ് ഖത്തീബ് എന്ന് പറഞ്ഞതുപോലെ, സഹായിക്കാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് നാദിർ സാഹിബിന്റെ മകളുടെ കല്യാണം നടക്കുന്നത്. ആ കല്യാണത്തോടടുത്ത് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം അദ്ദേഹത്തിന് നടത്തണമെന്ന് ആഗ്രഹമുണ്ടായി. പടച്ചറപ്പിന്റെ കലായത്തിൽ നെടുമങ്ങാടിലേക്കാണ്. അങ്ങനെ എന്നോട് എൻ്റെ ഉസ്താദ് ആ വിഷയം എന്നോട് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ചോദിച്ചത്, ഒന്ന് കാണാൻ ആഗ്രഹിച്ചത്. ഞാനിത് പറയാൻ കാരണം, മനസ്സിന് വിശാലത ഉള്ളവർക്ക് മാത്രമേ വെളിയിലുള്ള കണ്ണുനീരുകൾ കാണാൻ കഴിയൂ, ആവശ്യങ്ങൾ കാണാൻ കഴിയൂ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇവരൊക്കെ ഒന്നിച്ചാൽ നടത്തിക്കൊടുക്കാൻ ഇവിടുത്തെ ഈ ബാഡ്ജ് ധരിച്ചു നിൽക്കുന്ന ഇവിടുത്തെ മുഴുവൻ ചെറുപ്പക്കാർ, ഒരു വലിയ ജനാവലി, ഇമാമിന്റെ നേതൃത്വത്തിൽ ചിട്ടയോടെ നീങ്ങുന്ന ഒരു സമൂഹം, ഇതുള്ളിടത്തോളം കാലം, വിഭവശേഷിയും സമാഹരണശേഷിയും ഉള്ളിടത്തോളം കാലം ലക്ഷ്യം എത്തിപ്പിടിക്കാൻ യാതൊരുവിധ ദൂരവും നിങ്ങൾക്കില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടേക്ക് എത്താൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി, മാത്രമല്ല ലോകത്തിലെ ഒരു വിസ്മയം, സ്റ്റാച്യു ഓഫ് ലിബർട്ടി നിലനിൽക്കുന്ന സ്ഥലം ആളുകൾ കാണാൻ പോകാറുണ്ട്. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കാണാൻ ആളുകൾ പോകാറുണ്ട്. പക്ഷേ കേരളത്തിലെ ഒരു വിസ്മയം നിലനിൽക്കുന്ന നാടുകൂടി ഇവിടമാണ്. ഹാഫിസ് മുഹമ്മദ് ഒരു വിസ്മയമാണ്. വാപ്പ പറയുന്നു, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ അവൻ ചേർന്നു. അവിടേക്ക് പോകാൻ ഏതാണ്ട് 1 മാസം കൊണ്ട്, ഒറ്റ ആഴ്ച കൊണ്ട് തമിഴ് ഭാഷ മുഴുവനും അവൻ പഠിച്ചു. ഒറ്റ ആഴ്ച കൊണ്ട് തമിഴ് ഭാഷ മുഴുവനും ആ കുട്ടിക്ക് പഠിക്കാൻ കഴിഞ്ഞു. 20 സൂറത്തിന്റെ ട്രാൻസ്ലേഷൻ തമിഴിൽ. നമ്മൾ ഇവിടെ പോയിട്ട് ഇതേവരെ നമ്മൾ കുൽഫു അല്ലാഹു അത് കഴിഞ്ഞിട്ടില്ല.
നമ്മളിപ്പോഴും കുൽഫു അല്ലാഹു അഹദിലാണ് നമ്മളിപ്പോഴും നിലക്കുന്നത്. ഹാഫിസ് മുഹമ്മദ് 20 ആയത്തുകളുടെ ട്രാൻസ്ലേഷനുകൾ, സൂറത്തുകളുടെ ട്രാൻസ്ലേഷൻ പഠിച്ചു. നമ്മളിപ്പോഴും ഞാൻ സ്വയം ചോദിക്കുകയാണ്, നമ്മളിപ്പോഴും കുൽഫു അല്ലാഹ് പഠിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ചിലപ്പോൾ നമ്മൾ കേൾക്കാം സബ്ബു സുബൂബക്കും റഹ്മക്കുമുല്ലാഹ്, സവ്വു സുഫൂബക്കും എന്ന് പറയാൻ പോലും നമ്മൾ പറഞ്ഞിട്ടില്ല. സബ്ബു സുബൂബക്ക്, സബ്ബു എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ നിൽക്കണവര് സബ്ബു നിങ്ങൾ എല്ലാവരും ചീത്ത പറഞ്ഞോളി, സുബൂബക്ക് നിങ്ങളുടെ സഫി നിൽക്കുന്നവരൊക്കെ നിങ്ങൾ ചീത്ത പറഞ്ഞോളി, റഹ്മക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ആ രീതിയിൽ നമ്മുടെ ഖുർആനിന്റെ അറബി ഭാഷ പോലും പഠിക്കാൻ നമ്മൾ പുറകിലോട്ട് നിൽക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ഇതിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഏതായാലും 10:30 ട്രെയിൻ പോകും, 11 മണിക്കുള്ളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് ഫ്ലൈറ്റിൽ പോകണം. അതുകൊണ്ടാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആരും എന്നോട് പരിഭവം കാണിക്കരുത്. ഉള്ള സമയം കൊണ്ട് പരമാവധി ഞാൻ പറയാം. കാരണം ഞാൻ മറ്റന്നാൾ ഹജ്ജിന് പോവാൻ. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എൻ്റെ ഹജ്ജിന്റെ ഡേറ്റ് പോലും ഞാൻ മാറ്റി നിർത്തി. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഹറമിലേക്ക് കണ്ട ആളാണ്. ആ ഒരു പരിപാടി ഏറ്റുപോയി, ഹജ്ജിന്റെ ഡേറ്റ് വന്നതിന് മുമ്പായി പോയി. വല്ലാത്ത ഏതായാലും അള്ളാഹു ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ലോകത്തിലെ ഏറ്റവും വലിയ വിസ്മയമാണ്. ആ ഖുർആൻ ഒരു അനുഗ്രഹമാണ്. നമുക്കിന്നും അറിയില്ല, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് എന്റെ വീടിന്റെ അലമാരകളിൽ ഇരിക്കുന്നത് എന്ന് പറയാൻ നമുക്കിന്ന് വരെ പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ഖുർആനിനെ നാം ഇതേവരെ പരിചയപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാളോട് നിങ്ങളുടെ ഖുർആൻ എവിടെയെന്ന് ചോദിച്ചാൽ പറയുന്ന ഒരു മറുപടിയുണ്ട്. നന്നായി സൂക്ഷിച്ച് ആരും തൊടാതെ ഒരു ഉറ കൊണ്ട് കെട്ടി പൊതിഞ്ഞ് അതിലൊരു വള്ളി കെട്ടി ഞാൻ എന്റെ അലമാരയുടെ ഏറ്റവും മുകളിൽ വെച്ചിട്ടുണ്ട്, ആരും തൊട്ട് അശുദ്ധമാകാതിരിക്കാൻ. ഇതാണോ ഖുർആൻ? ഇപ്പൊ നിങ്ങളോട് നിങ്ങളുടെ വീട്ടിലെ ഖുർആൻ എവിടെയെന്ന് ചോദിച്ചാൽ പറയാനുള്ളൊരു മറുപടി, പെണ്ണുങ്ങളൊക്കെ വലിയ തക്കുവയോടെ പറയുന്ന മറുപടി, ആരും തൊടാതെ കവറിട്ട് വള്ളിയിട്ട് കെട്ടി അലമാരയുടെ മുകളിൽ വെച്ചിട്ടുണ്ട്, പിള്ളേരൊന്നും തൊട്ട് അശുദ്ധമാക്കാതിരിക്കാൻ. ഇത് തൊട്ടാൽ കുട്ടികൾ അശുദ്ധമാകാനുള്ളൊരു ഗ്രന്ഥമാണോ ഇത്? യഥാർത്ഥത്തിൽ ആരും തൊടാതെ ഒരു പുറം ചട്ടയ്ക്കുള്ളിൽ നിൽക്കാനുള്ള ഒരു ഗ്രന്ഥമാണോ ഇത് എന്ന ഒരു ചർച്ചയ്ക്ക് നമുക്ക് ഇതുവരെ സമയമായിട്ടില്ലല്ലോ സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഈ ഖുർആനിനെ നിങ്ങൾക്ക് ഞാൻ തന്നത് വഅൻ അത്ലുവൽ ഖുർആൻ, ഖുർആൻ നിങ്ങൾക്ക് പാരായണം ചെയ്യാനാണ് തന്നത്, സൂക്ഷിക്കാനല്ല. അള്ളാഹുവാണ് പറയുന്നത് വഅൻ അത്ലുവൽ ഖുർആൻ, നിങ്ങൾക്ക് ഞാൻ നൽകിയത് ഈ ഖുർആൻ പാരായണം ചെയ്യാനാണ്. ഞാൻ ഒറ്റ വാക്കിൽ എന്റെ വിഷയത്തിലേക്ക് പോവുകയാണ്. വെറും പാരായണം മാത്രമല്ല, നാവ് കൊണ്ട് പാരായണം ചെയ്തു എന്നതാണ് സമുദായത്തിന് വെച്ച് ഏറ്റവും വലിയ തെറ്റ്. അള്ളാഹു പറയുന്നു നാവ് കൊണ്ട് പാരായണം ചെയ്യുകയും ആ നാവ് കൊണ്ടുള്ള പാരായണത്തിലൂടെ ആ പാരായണം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ആ ഹൃദയത്തിലേക്ക് അതിനെ സ്ഥിരപ്പെടുത്തി, അലാ കൽബിക ലിതകൂന മിനൽ മുൻദരീൻ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാനാണ് ഈ ഖുർആനെ ഞാൻ നൽകിയത്. നാവ് കൊണ്ട് വെറും അധര വ്യായാമമല്ല, ആ അധരത്തിലൂടെ വരുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാൻ. തർത്തീലോടുകൂടി നിയമസാധുതയോടുകൂടി നിങ്ങൾ ഇതിനെ പാരായണം ചെയ്താൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന ഈ ഖുർആൻ മതി നിങ്ങൾക്ക് ജീവിതത്തിന്റെ ഇരുലോകത്തിന്റെ വിജയം കിട്ടാൻ, ഇരുലോകത്തിന്റെ വിജയം നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരാൻ. കാരണം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ചില വസ്തുതകൾ പരിമിതമായ സമയത്തിനുള്ളിൽ എന്റെ സമൂഹത്തോട് പറയാൻ എനിക്ക് ബാധ്യതയുണ്ട്. ഖുർആനിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ സമൂഹത്തോട് അള്ളാഹുവിന്റെ ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഈ ഖുർആന് നിങ്ങൾ എന്താണ് ചെയ്തത്? യഥാർത്ഥത്തിൽ നമ്മൾ ഖുർആനെ ചെയ്ത ഒരു പരിപാടിയുണ്ട്, അത് അള്ളാഹു തന്നെ ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ചോദ്യം നമ്മുടെ സ്വഭാവം അറിഞ്ഞിട്ടാണ്. അഫബിഹാദൽ ഹദീസി അന്തും മുദ്ഹിനൂൻ, ഈ ഖുർആനിനെ നിങ്ങൾ കേൾക്കുകയും അന്തും മുദ്ഹിനൂൻ, എണ്ണ തേച്ച അഭ്യാസിയെ പോലെ അതിൽ നിന്ന് നിങ്ങൾ മെല്ലെ അങ്ങോട്ട് മാറിപ്പോവുകയാണ്. ദുഹിന എന്ന് പറഞ്ഞാൽ എണ്ണ. അള്ളാഹ് പറയാണ് ഓതുന്നതിനൊന്നും ഒരു കുറവില്ല. അഫബിഹാദൽ ഹദീസി അന്തും മുദ്ഹിനൂൻ. ആരോടാ ചോദിക്കുന്നത്? നമ്മളോടാണ്. റാത്തിക്കലുകാരോട്, അഹമ്മദ് കബീറിനോട്. നീ ഇതൊക്കെ കാണാതെ പഠിച്ചിട്ടും ഇതൊക്കെ പാരായണം ചെയ്തിട്ടും അന്തും മുദ്ഹിനൂൻ, എണ്ണ തേച്ചും മെയ്വടക്കമുള്ള അഭ്യാസി മറ്റൊരുത്തന്റെ കൈതലോടലിൽ നിന്ന് രക്ഷപ്പെട്ടു മാറിപ്പോകുന്നത് പോലെ ഈ ഖുർആനിന്റെ നിയമങ്ങളെ നീ പഠിക്കുകയും അത് നിന്റെ ജീവിതത്തിൽ ഫലപ്രദമായി നീ അതിൽ നിന്ന് ഒഴിവാകി പോകുന്ന ഒരു അഭ്യാസിയായി പോലെ ആയിപ്പോയല്ലോ മാനവ എന്ന് ചോദിക്കുമ്പോ അള്ളാഹു നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തെ ഒരൊറ്റ ആയത്തിലൂടെ പറയാൻ. എല്ലാം ഖുർആനിലുണ്ട്, എന്നാൽ നമുക്കതുമായിട്ട് ബന്ധമില്ല. കാരണം
ഈ ഖുർആൻ നിങ്ങളെ വിളിച്ചത് ഏറ്റവും നല്ല മാർഗത്തിലേക്കാണ്. ഖുർആനിന്റെ മാർഗത്തിലേക്ക് കടന്നുപോയവർ ഒരിക്കലും വ്യതിചലിച്ചു പോയിട്ടില്ല. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഇന്ന ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങളെ വിളിച്ചത് യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ഋജുവായ പാതയിലേക്കാണല്ലോ ഖുർആൻ നിങ്ങളെ വിളിച്ചത്. വളവുകളില്ലാത്ത തിരിവുകളില്ലാത്ത നേരെ സ്വർഗത്തിലേക്ക് പടച്ചറപ്പിന്റെ തൊട്ടിലേക്ക് കടന്നു പോകുന്ന പാതയിലേക്കാണ് ഖുർആൻ നിങ്ങളെ മാടി വിളിച്ചത്. വയബശ്ശിറു മുഅ്മിനീനല്ലദീന യഅമലൂന സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറാ. സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിതത്തിൽ ആഖിറത്തിലേക്കുള്ള വഴി തെരഞ്ഞവർക്ക് ഏറ്റവും നല്ല പ്രതിഫലത്തിലേക്കുള്ള വഴി കാണിക്കാനാണ് അല്ലാഹുവിന്റെ ഖുർആൻ ആഗതമായതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതവും ഖുർആനിലാണ്, നമ്മുടെ മരണവും ഖുർആനിലാണ്, പരലോകവും ഖുർആനിലാണ്. ഇതിനേക്കാൾ വലിയ സമ്മാനം ഇനി പടച്ച രക്ഷിതാവിൽ നിന്ന് വരാനില്ല. അതുകൊണ്ട് ഈ ഖുർആനിനെ നിങ്ങൾ മനസ്സിലാക്കണേ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഗ്രന്ഥത്തെ ഞാനാണ് അവതരിപ്പിച്ചത്, ഇതിന്റെ സംരക്ഷകൻ ഞാനാണ്. ഒരു വിശുദ്ധമായ രാത്രിയിൽ വിശുദ്ധമായ തീരത്ത് നിന്ന് വിശുദ്ധനായ മാലാഖയിലൂടെ വിശുദ്ധനായ പ്രവാചകനിലേക്ക് വിശുദ്ധ സ്ഥലത്ത് വെച്ച് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധമായ വാക്യമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്ന് പഠിച്ചുയരാൻ ആരെങ്കിലും ഈ ഖുർആൻ പഠിക്കുന്നുവെങ്കിൽ അവനാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ നന്മയുടെ മാതൃകയായി മാറുക. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ്മ ജഅൽ ഖുർആന റബിയ ഖുലൂബിനാ വനൂറ അബ്സാരിനാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ദുആ ചെയ്യുമായിരുന്നുവത്രേ. അല്ലാഹുമ്മ ജഅൽ ഖുർആന റബിയ ഖൽബി വനൂറ ബസരി വജലാ ഹമ്മി വദഹാബ ഹുസ്നി. ഒരു വിശ്വാസി എപ്പോഴും നിത്യമായി ചെയ്യേണ്ട ദുആ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ദുആയാണിത്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ്മ ജഅൽ ഖുർആന റബിയ ഖൽബി. അല്ലാഹുവേ എൻ്റെ ഹൃദയത്തിന്റെ വസന്തം, എൻ്റെ ഹൃദയത്തിന്റെ സന്തോഷം, എൻ്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ അഭിരുചി അത് ഖുർആനാക്കണേ തമ്പുരാനെ. ആർക്കാണ് ഖുർആൻ ഹൃദയത്തിന്റെ വസന്തമാകുന്നത്? ഇവിടെ ഇരിക്കുന്ന ആർക്കാണ് ഹൃദയം ഖുർആൻ കേട്ടാൽ ഹൃദയം ഇങ്ങനെ വല്ലാതെ പ്രകമ്പനം കൊള്ളുന്നത്? ആർക്കാണ് ഖുർആൻ കേട്ടാൽ ഹൃദയത്തിലോട്ട് ഇറങ്ങുന്നത്? സഹോദരങ്ങളെ, ഖുർആൻ നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമാകണം. അതുകൊണ്ടാണ് ഈ 2 ദിവസം ഇവിടെ ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോ ഈ 2 ദിവസം ഇവിടെ നടന്നത് ഏതെന്നറിയുമോ? അത് തമാമുൽ ഖുർആൻ അവാർഡല്ല. കേരളത്തിന്റെ ഭൂപടത്തിൽ കേരളത്തിന്റെ ഗോവനിതാരി വെച്ചിരിക്കുന്നത് പോലെ ആകൃതിയുള്ള കേരളത്തിന്റെ തീരദേശ പ്രദേശമായ റാത്തിക്കല് 10,000കണക്കിന് അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് തിരിച്ചു പോയത്രേ. നിങ്ങൾ അറിഞ്ഞോ ആ വിശേഷം? നിങ്ങൾ കാണാത്തൊരു കാഴ്ച ഇതിന്റെ മറുഭാഗത്തുണ്ട്. 10,000കണക്കിന് മലക്കുകൾ ഈ നാട് സന്ദർശിച്ച് തിരിച്ചു പോയിട്ടുണ്ട്. ഒരു സഹാബി പാതിരാ സമയത്ത് വീട്ടിലിരുന്ന് ഖുർആൻ ഓതുമ്പോ ആ ഖുർആൻ കേട്ടിട്ട് കുതിര കടന്ന് ചാടാൻ തുടങ്ങി. അല്ലാതെ അത്ഭുതത്തോടെ കുതിര പോർ വിളിക്കുന്നത് കണ്ടപ്പോ ഖുർആൻ ഓതുന്നത് നിർത്തിട്ട് അദ്ദേഹം കുതിരയുടെ അടുക്കലേക്ക് പോയി. ആ സമയത്താണ് കുതിര വല്ലാതെ അസ്വസ്ഥത കാണിക്കുന്നുണ്ട്. ഖുർആൻ ഓതൽ നിർത്തി. ആ കുതിരയുടെ ചാട്ടവും ചാഞ്ചാട്ടവും നിറഞ്ഞു. വീണ്ടും ഖുർആൻ ഓതാൻ തുടങ്ങി. അപ്പോൾ കുതിര വീണ്ടും ചാഞ്ചാടാൻ തുടങ്ങി. ലായത്തിൽ കിടന്നിട്ട് കുതിര വല്ലാതെ കുളമ്പടിയിട്ടിട്ട് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ആ സഹാബി ഖുർആൻ ഓതുന്നത് നിർത്തി. ആ സമയത്താണ് വീണ്ടും കുതിര അസ്വസ്ഥതയാകുന്നത്. ഖുർആൻ ഓതുമ്പോ കുതിര അസ്വസ്ഥനാകുന്നു. രാവിലെ സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സഹാബി വിവരം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പത്ര സഹാബി, എന്തേ ഖുർആൻ ഓതുന്നത് നീ നിർത്തിക്കളഞ്ഞു? നീ സുബഹി നമസ്കാരം വരെ നിന്റെ വീട്ടിലാ ഖുർആൻ ഓതിയിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകളെ മദീന കാണുമായിരുന്നുവല്ലോ. നീ വീട്ടിലിരുന്ന് പാതിരാ സമയത്ത് ഖുർആൻ ഓതിയപ്പോ അള്ളാഹുവിന്റെ ലക്ഷക്കണക്കിന് മലക്കുകൾ നിന്റെ വീട് സന്ദർശിക്കാൻ വന്നപ്പോ ആ മലക്കുകളെ കണ്ടിട്ടാണ് കുതിര അസ്വസ്ഥനായത്. മലക്കിനെ കാണാനുള്ള ശക്തി കുതിരക്കുണ്ട്, പക്ഷേ മനുഷ്യനില്ല. നിന്റെ വീട് കാണാൻ ഖുർആൻ വീട്ടിലിരുന്നിട്ട് പാതിരാ സമയത്ത് ഖുർആൻ ഓതുന്ന നിന്റെ വീട് കാണാൻ ലക്ഷക്കണക്കിന് മലക്കുകൾ വന്നപ്പോ ആ മലക്കുകളെ കണ്ട് പേടിച്ചിട്ട് കുതിര ചാഞ്ചാടിയതാണ്. എന്റെ പ്രിയപ്പെട്ട സഹാബി, എന്തേ നീ ഖുർആൻ ഓതുന്നത് നിർത്തിക്കളഞ്ഞു? സുബഹി വരെ നീ ആ ഖുർആൻ ഇങ്ങനെ തുടർന്നിരുന്നുവെങ്കിൽ ആകാശത്ത് നിന്ന് ലക്ഷക്കണക്കിന് മലക്കുകൾ നിന്റെ വീടിന്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്നത് കണ്ട് മദീനക്കാര് സന്തോഷിക്കുമായിരുന്നുവല്ലോ എന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഏതാണ്ട് 15-20 ലക്ഷത്തോളം ഈ പരിപാടിക്ക് ചെലവുണ്ട്. നൗഷാദ് സാഹിബിനോട് ആരെങ്കിലും ചോദിച്ചേക്കാം, ഈ പൈസ ഉണ്ടെങ്കിൽ എത്ര വിശിഷ്ടാതിഥികളെ നമുക്കിവിടെ കൊണ്ടുവരുമായിരുന്നു. അല്ലാഹുവിന്റെ മലക്കുകളെക്കാൾ വലിയ വിശിഷ്ടാതിഥികളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഇനി ഏതാണ് ബാക്കിയുള്ളത്? ഈ 2 ദിവസവും ഈ നാട് മുഴുവനും അല്ലാഹുവിന്റെ മലക്കുകളുടെ സംഗമവേദിയായിരുന്നു. അല്ലാഹുവേ അല്ലാഹുവേ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ലോകത്തുള്ള 140 രാട്ടത്തിൽ ഏതൊക്കെ പെണ്ണ് തുടിയുരിഞ്ഞാടിയാലും 10:30 സമയം വരെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയലിന്റെ പെങ്ങള് പിശാചുക്കളുടെ സന്ദർശന കേകമായി നിന്റെ വീട് മാറുമ്പോ ഏതെങ്കിലും ഒരു വീട്ടിലൊരു ഹാഫിൽ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതും മലക്കുകളുടെ സന്ദർശന കേകമാണ്. അല്ലാഹുവിന്റെ ഖുർആനെ വിപ്ലവത്തിന്റെ നാന്ദിയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ അല്ലിമു ഔലാദകും സലാസത ഖിസാൽ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ 3 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഒന്നാമത്തേത് മഹബ്ബത്ത നബിയിക്കും വ മഹബ്ബത്ത അഹ്ലി ബൈതി വ ഖിറാഅത്തുൽ ഖുർആൻ. നമ്മുടെ മക്കളെ ലൗകിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നതിനോടുകൂടെ തന്നെ മാതാപിതാക്കൾ 3 കാര്യങ്ങൾ നിർബന്ധമായി പഠിപ്പിച്ചിരിക്കണം. ഒന്ന്, അല്ലിമു ഔലാദകും സലാസത ഖിസാൽ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ 3 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ. ഒന്ന്, മഹബ്ബത്ത് നബിയിക്കും, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബ് പഠിപ്പിച്ചു കൊടുക്കണം. സലാത്തിനോടുള്ള ഹുബ്ബ് പഠിപ്പിച്ചു കൊടുക്കണം. പരമാവധി മക്കളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കണം. വ മഹബ്ബത്ത് അഹ്ലി ബൈതി, സയ്യിദന്മാരെയും സാദാത്തുകളെയും അഹ്ലു ബൈത്തുകളെയും സ്നേഹിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. മൂന്നാമതോ വ ഖിറാഅത്തുൽ ഖുർആൻ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണേ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് മാതാപിതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ്. ഈ ബാധ്യതയിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. ഏത് ഖുർആൻ? ഇവിടെ നമ്മുടെ വിഷയം ഉസ്താദെ സ്കൂളിൽ പോകണം, അത് പഠിക്കണം, ഇത് പഠിക്കണം. ഇതിനിടയിൽ മക്കളെ ഈ മയ്യത്തിനോതുന്ന ഈ ഖുർആൻ പഠിപ്പിക്കാൻ നമ്മുടെ ചിന്ത ഖുർആൻ ഹാഫിളായാൽ മയ്യത്തിന്റെ അടുത്ത് വെച്ച് ഓതാന്ന്. ആകെ ഒരു നേട്ടമായി നമ്മൾ പറയുന്നത് അത് മാത്രമാണ്. അത് ഏറ്റവും വലിയ നേട്ടം. അത് നേട്ടമാണെന്ന് കരുതുന്നവർക്ക് അത് ഏറ്റവും വലിയ നേട്ടമാണ്. അതോടൊപ്പം എന്താണ് ഈ ഖുർആൻ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സമയം വളരെ കാറി പോവാം. 11 മണിക്ക് ഒരു ട്രെയിൻ ഉണ്ട്. ടിക്കറ്റ് എടുക്കണോ ചോദിച്ചാൽ വന്ന് വയ്ക്കണത്. ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹിസ്സും വിട്ടു. ഇപ്പം ഏതായാലും കാറി പോകാതെ പറ്റും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടും. കാറിൽ പോയിട്ട് നാളെ തന്നെ തിരിച്ചു പോകണം, മറ്റന്നാൾ രാവിലെ ഹജ്ജിനും പോകണം. ഇതാണ് എൻ്റെ കഥ. അപ്പം ഞാൻ കുറച്ച് ബുദ്ധിമുട്ട് സഹിക്കണം. നിങ്ങൾ പോയി കിടന്നുറങ്ങുമ്പോൾ ഞാൻ യാത്ര തുടങ്ങണം, അത്രേ ഉള്ളൂ. ഏതായാലും പോട്ടെ. അള്ളാഹു അതുകൊണ്ട് എന്തെങ്കിലും ഖൈറുണ്ടെങ്കിൽ അള്ളാഹു ഖൈറ് നിലനിർത്തി തരട്ടെ. അള്ളാഹു ഖൈറിനെ നിലനിർത്തി തരട്ടെ. ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ എന്താണ്? ആദ്യം അതിന്റെ ഭൗതിക നേട്ടം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, എന്താണ് ഖുർആൻ? യഥാർത്ഥത്തിൽ ഒരു കുട്ടിയെ ആദ്യം പഠിപ്പിക്കേണ്ടത് ഖുർആനാണ്. കാരണം ആദ്യം മുതൽ പഠിപ്പിക്കുന്നത്
ഖുർആനാണ്. നമ്മളിപ്പോ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി നമ്മൾ കുഞ്ഞിനെ കൊണ്ടുപോയി ചേർത്താൽ LKG-ലോ UKG-ലോ കൊണ്ടുപോയാൽ 1, 2, 3 അവൻ എഴുതി പഠിക്കും. അതാണ് പ്രാഥമിക വിദ്യാഭ്യാസം അല്ലേ? ഒരു LKG കൊണ്ടുപോയിട്ട കുട്ടി ആദ്യം പഠിക്കുന്നതാ 1. സ്വാമി ഗുരുനിത്യ ചൈതന്യേതി കോഴിക്കോട് ടാഗോ തിയേറ്ററിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഷ അറബിയാണ്. ഇപ്പൊ ഒരു സ്വാമി ഉമ്മാരെല്ലാം നേരെ തിരിച്ചെഴുതൂ, എല്ലാവരും ഇവിടെ വലത്തോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ഇപ്പൊ ഒരു സ്വാമി ഒരു തോക്ക് സ്വാമി ഉണ്ട്, അയാൾ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ ഇടുമ്പോൾ അയാൾ പറഞ്ഞത് മുസ്ലിങ്ങൾ എപ്പോഴും രാജ്യത്തിനെതിരാണ്, എല്ലാവരും വലത്തുനിന്ന് എഴുതി ഇടത്തോട്ട്, ഇമാർ ഇടത്തുനിന്ന് എഴുതി ഇങ്ങോട്ട്. സകവൽ ഭദ്രാനന്ദ, ഏതായാലും അവന്റെ ആസനം അത്ര ഭദ്രമാണെന്ന് ഇനി ഞാൻ കഴിയുന്നില്ല. ഏതായാലും അയാൾക്കത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. എല്ലാ ഭാഷയും എഴുതാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് അടുത്തുനിന്ന് എഴുതും, എഴുതി തുടങ്ങിയോ ഇത് നമ്മുടെ ഹൃദയത്തിന് അകന്നകന്നു പോകും. പക്ഷെ അറബി ഭാഷ നേരെ തിരിച്ചാണ്, തുടങ്ങുമ്പോൾ അകലേന്ന് വരും, എഴുതി തുടങ്ങും തോറും നമ്മുടെ ഹൃദയത്തിലേക്ക് അടുത്തടുത്ത് വരുന്ന ഭാഷയാണ് അറബി. അതുകൊണ്ടാണ് അത് അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതാൻ തുടങ്ങി. എഴുതും തോറും നമ്മുടെ ഹൃദയത്തിലേക്ക് അത് അടുത്തടുത്ത് വരും. അതാണ് അറബി ഭാഷയുടെ പ്രത്യേകത. ഗുരുനിത്യ ചൈതന്യേതി പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷ അറബിയാണ്. കാരണം മറ്റൊന്നുമല്ല, ഒരു കുട്ടിയെ ആദ്യം പഠിപ്പിക്കാൻ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇതാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ മക്കളെ ആദ്യം ഖുർആൻ പഠിപ്പിക്കണം. കാരണം 1, 2, 3, 4, 5 കൃത്യമായി നമ്മെ എണ്ണി പഠിപ്പിച്ചത് ഖുർആനാണ്. അല്ലേ അല്ലേ സാഹിബ്? എന്നല്ലേ? അതിലേക്ക് നിങ്ങളുടെ റിസർച്ച് പോയിട്ടില്ല. ഇത് ബുഖാരിയിലും മുസ്ലിമിലും ഒന്നുമില്ല, ഇതൊക്കെ എന്റെ വകയാണെങ്കിൽ ഇനിയിപ്പോ അത് തെരഞ്ഞെടുക്കും. 1 മുതൽ 10 വരെ അല്ലാഹുവിന്റെ ഖുർആൻ ഫദുഇലാ തആമിനു വാഹിദ് ഫാർസൽനാ ഇലൈഹി മുസ്നൈൻ സയഖൂലൂന സലാസ ഫഖുദ് അർബഅതൻ മിനത്-തൈർ സയഖൂലൂന ഖംസത്തുൻ അല്ലദീ ഖലഖ അസ്-സമാവാതി വൽ-അർള വമാ ബൈനഹുമാ ഫീ 6 അയ്യാം അല്ലദീ ഖലഖ 7 സമാവാതിൻ തിബാഖാ 8 അസ്വാദ് വകാന ഫിൽ മദീനതി 9 رهطن تلك 10 كاملة إني رأيت 11 كوكبا إن عدة الشهور عند الله 12 شهرا. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 1 മുതൽ 12, ഞാനിപ്പോ ഓതിയത് 12 ആയത്താണ്. 10 നിന്ന് 12 വരെ എത്തി. ഞാനിപ്പോ എണ്ണിയത് 12 ആയത്താണ്. ഇത് പഠിക്കണം നിങ്ങൾ. ഞാനിങ്ങനെ നീട്ടിപ്പിടിച്ച് കബറും കഫം തുണിയും പറഞ്ഞ് ഞാൻ നിങ്ങളെ കരയിപ്പിച്ചിട്ട് പോയാൽ നാളെ നിങ്ങൾ വീണ്ടും സീരിയലിലെ പെണ്ണിന്റെ കരച്ചിൽ കാണുമ്പോൾ അതേ നിങ്ങളുടെ മനസ്സിലുണ്ടാവൂ. ഇത് നിങ്ങളുടെ മക്കളെ ഖുർആനിലേക്ക് ചിന്തിപ്പിക്കാനുള്ള ഒരു മാർഗം ഞാൻ പറയണം. എനിക്ക് വാത് പറയാൻ നന്നായിട്ട് അറിയാം, കരയിപ്പിക്കാനും അറിയാം. പക്ഷേ ആ കരച്ചിലോടൊപ്പം നമ്മൾ അറിയേണ്ട ഒരു വസ്തുതയുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ 1 മുതൽ 12 വരെ എണ്ണി പഠിപ്പിക്കാൻ. മോനെ പഠിക്ക്. ഫദുഇലാ തആമിൻ വാഹിദ്. 1 കൂടെ എന്റെ കൂടെ. വാഹിദ് എത്രയാ? 1. ഫഅർസൽനാ ഇലൈഹി മുസ്നൈൻ. സൂറത്ത് യാസീൻ. സയഖൂലൂന സലാസ. 3. സൂറത്തുൽ കഹ്ഫ്. ഫഖുദ് അർബഅതൻ മിനത്-തൈർ. 4. സൂറത്ത് ആല ഇംറാൻ. സയഖൂലൂന ഖംസത്തുൻ. 5. സൂറത്തുൽ കഹ്ഫ്. الذي خلق السماوات والأرض وما بينهما في 6 أيام. 6. سورة الشورى. الذي خلق 7 سماوات طباقا. 7. سورة نوح. 7. 8 أزواج. 8. 8. وكان في المدينة 9 رهط. 9. 9. تلك 10 كاملة. 10. 10. سورة البقرة. إني رأيت 11 كوكبا. 11. سورة يوسف. إن عدة الشهور عند الله 12 شهرا في كتاب الله. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്ത് തൗബ 1 മുതൽ 12 വരെ കൃത്യമായിട്ട് നിന്നെ എണ്ണാൻ പഠിപ്പിച്ചത് നിന്നെ അള്ളയാണ്. നിന്നെ ലോകത്തോട് സംവദിക്കാൻ പഠിപ്പിച്ചത് നിന്നെ അള്ളയാണ്.
എന്തേ നമ്മുടെ മക്കളെ ഇത് പഠിപ്പിച്ചുകൂടാ? ലോകത്താദ്യമായി കെമിസ്ട്രി പഠിപ്പിച്ചത് ഖുർആനാണ്. ലോകത്താദ്യമായി ജനസംഖ്യാശാസ്ത്രം പഠിപ്പിച്ചത് ഖുർആനാണ്. സമയമില്ല എനിക്ക്. ഒരു രാജ്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ജനസംഖ്യ കൊണ്ടാണ്. ഇന്ത്യ ജനസംഖ്യ 100 കോടിയിലപ്പുറം. ആദ്യമായിട്ടൊരു രാഷ്ട്രത്തിന് ജനസംഖ്യയാണ് ആധികാരികത എന്ന് പറഞ്ഞത് എന്റെ ഖുർആനാണ്. وَإِنَّ يُونُسَ لَمِنَ الْمُرْسَلِينَ فَأَرْسَلْنَاهُ إِلَى 100,000 أَوْ يَزِيدُونَ. യൂനുസ് നബിയെ ഞാൻ അയച്ച നാട്ടിലെ ജനസംഖ്യ فَأَرْسَلْنَاهُ إِلَى 100,000. ഇവിടെ ഒരു ഉംറ വിസക്കാരൻ പോലും ഇല്ല പടച്ചോനെ. 100,000 100,000 എത്രയാ? 1,00,000 യൂനുസിനെ ഞാൻ അയച്ച നാട്ടിലെ ജനസംഖ്യ 1,00,000 ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത എന്താ ഈ ഖുർആനിന്റെ ശാസ്ത്ര ഗവേഷണമാണ് ഇവിടെ നടന്നത്. അല്ലാതെ കോഴി അറുക്കാൻ പഠിപ്പിക്കണം മൂല്യാര അഭ്യാസമാണെന്ന് ധരിക്കരുത് നിങ്ങൾ. ഞാൻ അതുകൊണ്ടാണ് ഖുർആൻ ഇത്രയും വ്യവസ്ഥാപിതമായി വാള് പറയണേ. ഞാൻ അങ്ങനെ തന്നെ പറയാം. പക്ഷെ ഈ ഗ്രന്ഥത്തെ നാം അറിയണം. ലോകത്തിൽ ആദ്യമായി ഇത് പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ ഖുർആനാണ്. ഏതൊക്കെ? ജനസംഖ്യാശാസ്ത്രം. സൂറ ഖുർആൻ ഒരു സൂറത്തിന്റെ ഞാൻ ഓടിച്ചു പറയാം 10 മിനിറ്റ് കൊണ്ട്. സൂറത്തുൽ ഹദീദ് അതിന്റെ അർത്ഥം എന്താ? ഇരുമ്പ്. സ്വാഭാവികമായിട്ട് സ്വർണത്തിന്റെ പേരാണ് പറയേണ്ടത്, കാരണം സ്വർണമാണ് വിലയുള്ളത്. അല്ലെങ്കിൽ ഡയമണ്ട് പറയണം. ഇത് നമ്മൾ ആക്രി എന്ന് പറയുന്ന പാരിപ്പള്ളിയിലോട്ട് പോണ വഴിക്കുന്ന ആശയ പേര് തൂക്കിയിട്ടിരിക്കുന്ന ഇരുമ്പിന്റെ പേരാണ് ഖുർആൻ ഒരു സൂറത്തിന് കൊടുത്തത്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു രഹസ്യമുണ്ടാവും. രഹസ്യം തേടി അലഞ്ഞു ശാസ്ത്രജ്ഞന്മാർ. എന്താ രഹസ്യം? ഇരുമ്പിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? നിങ്ങളെന്ത് മനുഷ്യന്മാരാ പടച്ചോനെ? നിങ്ങളോട് ചൂരയുടെയും ചാളയുടെയും പ്രത്യേകത ചോദിച്ചാലേ പറ്റൂ. ഇരുമ്പിന്റെ പ്രത്യേകത കൊണ്ട് ലോകത്തുള്ള മുഴുവൻ, എനിക്ക് സമയം, ലോകത്തുള്ള മുഴുവൻ ലോഹങ്ങളും ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഇരുമ്പ് മാത്രം ആകാശത്തിന്റെ ലോകമാണ്. സൗരോർജത്തിന്റെ 5 ഇരട്ടി ഊർജ്ജമുണ്ടെങ്കിൽ ഇരുമ്പുണ്ടാക്കാൻ പറ്റൂ. ഭൗമോർജം കൊണ്ട് കഴിയില്ല. സൗരോർജത്തിന് 5 ഇരട്ടി വേണം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സർവകലാശാലയുടെ ബിരുദം നേടിയിട്ടില്ലാത്ത, ഒരു പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കിടന്നിട്ടില്ലാത്ത ആമിനയുടെ മുത്തുമോൻ ഫഹ്മീവ വസിലി വാഹിദു യദി ഇൻഷാഅല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 6-ാം നൂറ്റാണ്ടിലെ ഒട്ടകത്തെ മാത്രം കണ്ടുപിടിച്ച അറബ് ജനതയോട് പറയുകയാണ്, അൻസൽനൽ ഹദീദ്, ഇരുമ്പിനെ നിങ്ങൾക്ക് ഞാൻ മുകളിൽ നിന്ന് ഇറക്കി തന്നില്ലയോ? വഅൻസൽനൽ ഹദീദ, ഇരുമ്പിനെ ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കി തന്നില്ലയോ? ഇരുമ്പിനെ ഇറക്കി എന്നാണ് പറഞ്ഞത്. ഇറക്കുന്നത് മുകളിൽ നിന്ന് കീഴ്പോട്ടാണ് ഇറക്കുക. ഇത് ഖുർആനിന് മാത്രം അവകാശപ്പെട്ടത്. ഇത് ഖുർആനിന് മാത്രം ചിന്തിക്കേണ്ടത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. എത്രയെത്ര അത്ഭുതങ്ങൾ! ഒരു കുട്ടിയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ 3 ഇരുട്ടറയുണ്ട്. ആംനിയോൺ, കോറിയോൺ, പ്ലാസന്റ. അള്ളാഹു പറയാൻ, ഒരു ഓമത്തണ്ട് വെച്ചിട്ട് ഒരു പെണ്ണിന്റെ വയറ്റിലേക്ക് നോക്കാത്ത ശാസ്ത്രജ്ഞൻ പറയാൻ, ഖൽഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാത്തിൻ സലാസ്. 3 ഇരുട്ടറയ്ക്കുള്ളയാണ് നിന്നെ ഞാൻ പടച്ചെടുത്തത്. ഖുർആൻ പറഞ്ഞ അത്ഭുതങ്ങൾ ഇതൊക്കെ പറഞ്ഞ ഇപ്പൊ ദഹിക്കൂല. അതുകൊണ്ട് ഇതൊരു ഒരു ഗവേഷണത്തിന്റെ ജാലകവാതിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ തുറന്നിടുകയാണ്. പഠിക്കണം. ലോകത്താദ്യമായി വെജിറ്റേറിയൻ ഫുഡാണോ നല്ലത്, നോൺ വെജ് ഫുഡാണോ നല്ലത്? നോൺ വെജ് സ്ഥിരമായി കഴിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കാൻ, നോൺ വെജ് ഫുഡാണോ നല്ലത്, അതല്ല വെജിറ്റേറിയൻ ഫുഡാണോ നല്ലത്? ഡോക്ടർമാര് പറയും ഇറച്ചധികം കഴിക്കണ്ട, വെജ് കഴിച്ചാൽ മതി, പച്ചക്കറി കഴിച്ചാൽ മതി. ഏതാ നല്ലത്? തിന്നാൻ നല്ല നോൺ വെജാണ്, ആരോഗ്യത്തിന് നല്ലതേതാ? വെജാണ് എന്ന് തെറ്റിദ്ധരിച്ച പാവം ആളുകളാണ് നമ്മൾ. ഖുർആൻ പറഞ്ഞു നോൺ വെജാണ് നല്ലത്. ഇത് മുസ്ലിയാക്കന്മാർക്കും പള്ളിക്കലെ ഖത്തീബിനുള്ള വാളല്ല. നോൺ വെജാണ് നല്ലത്. കാരണം എന്താ? ഇതൊക്കെ ഞാൻ ചെറിയ ചെറിയ പാഠങ്ങൾ പഠിപ്പിച്ചു തരാണ്. ബാക്കി ഒരു ശാസ്ത്ര കവാടമൊക്കെ തുറക്കണം, നമുക്ക് അങ്ങനെ ഒരു പാളാവാം. പക്ഷെ ഇപ്പൊ ഞാനിത് ഇവിടെ എന്താ നടന്നേന്ന് പറയാൻ, ഖുർആന്റെ രസകരമായ ചില കൗതുകങ്ങൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വളരെ അത്ഭുതമാണ് ഖുർആൻ, വളരെ അത്ഭുതമാണ്. സൂറത്തുൽ കഹ്ഫ്, ഗുഹാവാസികൾ 309 വർഷം ഉറങ്ങി. എത്ര വർഷം പഠിക്കണം? 309. അവര് ഉറങ്ങിയ വർഷം പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞ എങ്ങനെയാണെന്നറിയോ?
ولبثوا في كهفهم 300 سنين وازدادوا 9 ولبثوا في كهفهم 300 سنين അവർ 300 വർഷമാണ് ഗുഹയിൽ ഉറങ്ങിയത്. വസ്ദാദു 9 അതിന്റെ കൂടെ നീ 9 കൂടെ കൂട്ടിക്കൊള്ളണേ. 300 സിനീന എന്ന് പറഞ്ഞാൽ 309 വർഷം. അവിടെ വസ്ദാദു നീ 9 കൂടെ കൂട്ടിക്കോന്ന് വസ്ദാദു എന്ന് പറഞ്ഞ വെറുതെ പറഞ്ഞു. അത് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ ആവശ്യമില്ലാത്തത് അല്ലാഹ് പറയൂല. വസ്ദാദു 300 വർഷം ഉറങ്ങി, അതിനോട് 9 കൂടെ നീ കൂട്ടിക്കോ, അപ്പൊ 309 യഥാർത്ഥത്തിൽ 300 സിനീൻ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ വസ്ദാദു പറഞ്ഞത് എന്തിനാ? അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറയുന്ന ആയത്ത് അം ഹസിബ്ത അന്ന അസ്ഹാബുൽ കഹ്ഫി വറഖീം കാനൂ മിൻ ആയാതിന അജബ, അവിടെ മുതൽ എണ്ണിയാൽ 300 സിനീന വസ്ദാദു 9 എന്ന് പറയുന്ന വാക്ക് 309ാമത്തെ വാക്കാണ്. അവിടെ എണ്ണിയാൽ വസ്ദാദു 9 എന്ന് പറയുന്ന വാക്ക് 309ാമത്താണ്. അവിടെ വസ്ദാദു ഇല്ലെങ്കിൽ 9 എന്നുള്ളത് 308ാമത്തെ വാക്കാവും. ഖുർആന്റെ ജാമിതീയ കണക്കാണിത്. 9മായി ബന്ധപ്പെട്ട ധാരാളം കണക്കുകളൊക്കെ പിന്നീട് നമുക്കാവാം. ഇങ്ങനെ നമ്മളെ പറയുന്തോറും അത്ഭുതപ്പെടുത്തുന്നു. ലോകത്താദ്യമായി ജീവിക്കാൻ പഠിപ്പിച്ച, മാന്യമായി നടക്കാൻ പഠിപ്പിച്ച. ഇന്ന് ഞാൻ വന്നപ്പോ ഒരു പോലീസ് ജീപ്പ് കിടപ്പുണ്ട്, അതിന്റെ സൈഡിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു, അമിത വേഗം ഒഴിവാക്കൂ, ഹെൽമറ്റ് ധരിക്കൂ, ജീവൻ രക്ഷിക്കൂ. കേരള ഗവൺമെന്റിന്റെ പരസ്യമാണ്. വന്നപ്പോ നമ്മൾ ഒരു ജീപ്പ് കണ്ടപ്പോ അതിനകത്ത് എഴുതിയിരിക്കുന്നു, അമിത വേഗം ഒഴിവാക്കൂ, ഹെൽമറ്റ് ധരിക്കൂ, ജീവൻ രക്ഷിക്കൂ. ലോകത്താദ്യമായി അമിത വേഗം ആപത്താണെന്ന് പറഞ്ഞ ഗ്രന്ഥം എന്റെ ഖുർആനാണ്. സൈലൻസർ, ബൈക്കിന്റെ സൈലൻസറിന്റെ പൂട്ട് കട്ട് ചെയ്തിട്ട് വലിയ ശബ്ദമുണ്ടാക്കിയിട്ട് നീ ബൈക്ക് ഓടിക്കാൻ പാടില്ല. അത് പൊല്യൂഷൻ ഉണ്ടാക്കും, അതരന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും. കാരണം എന്താ? മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് മര്യാദ പഠിപ്പിച്ചു കൊടുക്കുമ്പോ മകനോട് പറഞ്ഞു, മോനെ വഖ്സിദ് ഫീ മശീക, നീ സഞ്ചരിക്കുമ്പോൾ മിതമായി സഞ്ചരിക്കണേ, അമിത വേഗത നിന്റെ സഞ്ചാരത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഓ അഗ്ദുദു മിൻ സൗതിക, നീ സഞ്ചാരം നടത്തുമ്പോ അല്ലാതെ ആരോധകമുണ്ടാക്കുന്ന ശബ്ദം, ജനങ്ങളുടെ ഹൃദയത്തിൽ ആരോധകമുണ്ടാക്കുന്ന, ആളുകൾക്ക് കേൾക്കാൻ അലോസരപ്പെടുത്തുന്ന ശബ്ദം നീ ഉപയോഗിക്കരുത് മോനെ എന്ന് മകനോട് ഗതാഗത നിയമം പഠിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. തീർന്നില്ല സഹോദരങ്ങളെ, ഞാൻ എന്റെ വിഷയത്തിന്റെ പരിസമാപ്തിയിലേക്ക് കിടക്കുകയാ. പരമാണു മുതൽ പരലോകം വരെ, ആറ്റം മുതൽ ആഖിറം വരെ പഠിപ്പിച്ചു തന്ന ഈ ഖുർആനാണ് പറഞ്ഞു തന്നത്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഏറ്റവും നല്ലതേതെന്നറിയോ? നോൺ വെജാണ്, വെജല്ല. കാരണം എന്തേ? മൂസാ നബിയോട് ബനു ഇസ്രായേൽ പറഞ്ഞുവല്ലോ, മൂസാ നബിയെ മഞ്ഞും സെൽവിയും ഇറക്കി കൊടുത്തപ്പോ കാടപ്പക്ഷിയുടെ ഇറച്ചി ഞങ്ങൾക്ക് വേണ്ട. മൂസാ നബിയെ മിംബക്കിലിഹാ വകിസായിഹാ വഫൂമിഹാ വഅദസിഹാ വബസലിഹാ, ഞങ്ങൾക്ക് കടലയും പയറും സവാളയും ഉള്ളിയുമുള്ള വെജിറ്റേറിയൻ ഭക്ഷണം മതി എന്ന് പറഞ്ഞപ്പോ അവരോട് മൂസാ നബി ചോദിച്ചതായി ഖുർആൻ പറയുകയാണ്, അതസ്തബ്ദിലൂന ബില്ലദീ ഹുവ അദിനാ, അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദിനാ ബില്ലദീ ഹുവ ഖൈർ. ഏറ്റവും നല്ല ഭക്ഷണം അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ട് ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള ഭക്ഷണം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണോ? ഏറ്റവും നല്ലത് തന്നിട്ട് ഏറ്റവും മോശമായ സവാളയും ഉസ്താവന്മാരുടെ കോടിയിറച്ചിയപ്പോ പ്രശ്നമാണ്. കാരണം ഇപ്പോഴത്തെ കോടി 40 ദിവസം കൊണ്ട് ഗർഭവും കടിയും പ്രസവം കടിയും കുട്ടിയുടെ പേരിട്ടിട്ടുണ്ടാവും. അമ്മാതിരി കോടി ആയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നൗഷാദ് സാഹിബിന്റെ വാപ്പ ഇവിടെ വിരിപ്പുണ്ട്. എത്ര വയസ്സ്? 93 വയസ്സ്. അള്ളാഹു ആഫിയത്തോടെ ദീർഘായുസ് കൊടുക്കട്ടെ. 93 വയസ്സുള്ള ആ മനുഷ്യൻ ഇപ്പോഴിവിടെ ഇരിക്കുന്നത് ഈ ബ്രോയിലർ കോഴി തിന്നാത്തത് കൊണ്ടാണ്. അദ്ദേഹം തനി നാടൻ കോഴി തിന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നാടൻ കോഴി തിന്നാൽ രോഗമില്ല, ഈ ബ്രോയിലർ കോഴി തിന്നുന്നതാണ് പ്രശ്നം. കാരണം എന്ത്? നമ്മൾ ഒരുമാതിരി ബ്രോയിലർ കോഴികളാവാനുള്ളതാണ്. ഞാൻ ഖുർആന്റെ ശാസ്ത്ര സത്യം അവിടെ വെച്ച് നിർത്തി. ഇനി ഞാൻ എന്റെ പരമപ്രധാനമായി അതിലേക്ക് പോവാൻ. അതുകൊണ്ട് ഏറ്റവും നല്ല ഭക്ഷണം കോഴിയാണ്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് മുഴുവനും കേരളത്തിലും മുഴുവനും കോഴിക്കട കൂടിയത്. കോഴിയുടെ ലോകത്തൊരു ഏറ്റവും കൂടുതൽ കൊല ചെയ്യപ്പെടുന്ന ജീവി കോഴിയാണ്.
എത്ര കോടിയാ? എല്ലായിടത്തും ഇപ്പൊ അറബ് ഭക്ഷണമായി. എല്ലാവർക്കും അറബികളോട് വലിയ സ്നേഹമാണ്. ചിക്കന് മാത്രം അറബി പേരുണ്ടായി. ചിക്കൻ അൽഫാം, ചിക്കൻ ഷവായ്, ചിക്കൻ മധുബൂത്ത്, ചിക്കൻ മധുഫൂന, ചിക്കൻ മുഖാലഫത്തുൽ ഹവാദിസി, ചിക്കൻ ഖിയാമും ബിൻ നഫ്സ് എന്ന് വേണ്ട 10,000 ചിക്കനുകൾ ഉണ്ടായി. മലപ്പുറത്ത് ഹോട്ടലിൽ പോയപ്പോൾ എന്നോട് ചോദിച്ചു, ഉസ്താദേ ചിക്കൻ മധുഫൂന തരട്ടെ. ഞാൻ അവന് തരാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ദഫൻ ചെയ്തിരിക്കണ പോലെ തന്നെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് വാഴയിലയിൽ. അതുകൊണ്ട് ഇസ്മു മുസമ്മയും ഒന്നാൻ. ഇങ്ങനെ നോക്കിക്കോളി. ഇനി നിങ്ങൾ പരമപ്രധാനമായി കാര്യം കേട്ടോളി. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ വെളിയിൽ കാണാറുണ്ട് ഒരു കോഴി ചിക്കൻ ഷവായ് അല്ലേ, എന്താ അതിന്റെ പേര്? എന്റെ വാഹലിന്റെ കാരണം എനിക്കും പെട്ടെന്ന് പോകണം, നൗഷാദ് സാഹിബ് വരുമ്പോൾ ഒരു ഇതുകൊണ്ട്. അപ്പൊ ഈ ഖുർആൻ ലോകത്തിന്റെ ഗ്രന്ഥമാണ്. നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. നമ്മൾ കോഴി കാണാറുണ്ട്. എന്റെ പേരെന്താ? ഇത് പറയാനായിട്ട് മൻസൂർ മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ചിക്കൻ ഷവായ് എന്ന് പറഞ്ഞാൽ തൊലി ഉരിച്ചിട്ട്, ഷവായുടെ അർത്ഥം എന്താ? തൊലി ഉരിച്ചിട്ട് തീയില് കാണിച്ച് തൊലി ഉരുക്കി വേവിച്ച് തരുന്ന പച്ചമാംസം, അതാണ് ഷവായ്. ആണോ അല്ലയോ? ഞാൻ ആയത്തോ ആണോ അല്ലേ? അങ്ങനെ തന്നെയല്ലേ ഇവിടെ അങ്ങനെയല്ലേ? ആ സാധനത്തിന്റെ തൊലി ഉരിക്കാതെ എന്നിട്ട് തീയിൽ വെച്ച് പഴിപ്പിച്ച് വേവിക്കും. എന്നിട്ട് ആ മാംസം ചൂടോടെ നമ്മുടെ മുമ്പിലെത്തും. യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു അവസരത്തെ. ഷവായി എന്ന പദം ഖുർആന്റെ പദമാണ്. ഷവായി എന്ന പദം ഖുർആന്റെ പദമാണ്. കല്ലാ ഇന്നഹാ ലളാ നസ്സാഅതൻ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വതവല്ലാ. ഭയാനകരമായ കത്തിക്കാളുന്ന നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹു പറയാണ്, കല്ലാ, നരകമെന്ന് പറഞ്ഞാൽ നീ വിചാരിക്കുന്നത് പോലെ നിസ്സാരമല്ല. ഇന്നഹാ ലളാ, അത് കത്തിക്കാളുന്ന തീയാണ്. ആ തീ ഇങ്ങനെ ആളിക്കത്തുമ്പോ നസ്സാഅതൻ ലിശ്ശവാ, നിന്നെ ആ തീയിലേക്ക് എടുത്ത് വെച്ചിട്ട്, പെങ്ങളെ, നരകത്തിന്റെ തീ നിന്റെ തൊലിയിലേക്ക് പടന്നു കയറി ആ തൊലി മുഴുവനും ഉരിഞ്ഞു മാറി. കുല്ലമാനലിജത്ത് ജുലൂദുഹും ബത്തൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. ആ നരകത്തിന്റെ തീനാള ശരീരത്തിലേക്ക് കയറി ആ ശരീരത്തിന്റെ തോല് മുഴുവനും ഉരിഞ്ഞു മാറിയിട്ട് നിന്നെ മാംസം മുഴുവനെ കത്തിച്ച് വേവിക്കുന്ന ഒരവസ്ഥക്കാണ് ശവാ എന്ന് പറയുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മക്കളെ മുഴുവനും ഒരു സാധനം ന്യൂ ജനറേഷൻ ഫ്രീക്കന്മാരെ പോലെ വളർത്തി വലുതാക്കി വൈകുന്നേരം പാതിരാത്രിയാകുമ്പോ വെറുമുട ഈ ടീഷർട്ടും ധരിപ്പിച്ചിട്ട് മുടിയും ഫ്രീക്ക് ചെയ്ത് നമ്മുടെ മക്കളെയും കൊണ്ട് വർക്കലയുടെ ബീച്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നഗരപ്രാന്തത്തിലോ പാതിരാ സമയത്ത് ഈ ശവായി കോടി വാങ്ങിച്ചു കൊടുക്കുമ്പോ അള്ളാഹു നിന്നോട് പറയുകയാണ്, ഈ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള കടമകൾ പരസ്പരം പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിൽ നാളെ നരകത്തിൽ നിന്നെ ഇതേപോലെ ഞാൻ കൊണ്ടുവരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, നിന്നെ മക്കളോട് നിനക്ക് കടപ്പാടുകളുണ്ട്. അതിലൊന്ന് അല്ലിമു ഔലാദക്കും ഖിറാഅത്തുൽ ഖുർആൻ. നിന്റെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണേ. ആ ഖുർആൻ പഠിപ്പിക്കപ്പെടാതെ വന്നാൽ, ഖുർആന്റെ വഴിയിലൂടെ നടക്കാതെ വന്നാൽ, ഖുർആൻ അനുസരിച്ച് നമ്മൾ ജീവിക്കാതെ വന്നാൽ ഫഖദ് ഖസറ ഖുസ്റാനം മുബീനാ, ലോകത്തിലെ ഏറ്റവും വലിയ നട്ടവാളികൾ നമ്മളായി തീരും. അള്ളാഹു നമ്മളെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ അനുസരിച്ച് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുകയും അതനുസരിച്ച് നമ്മൾ മാറുകയും വേണം. നമ്മൾ മാറുകയും വേണം. എങ്ങനെ മാറണം? ഖുർആൻ അനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തെ അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. സഹാബത്തുകൾ അങ്ങനെയായിരുന്നു. ആയത്തനുസരിച്ച് അവൾ മാറി. നമുക്കനുസരിച്ചിട്ട് ആയത്തിനെ മാറ്റില്ല നമ്മുടെ പണി. ആയത്തിനനുസരിച്ചിട്ട് നമ്മൾ മാറണം. നമ്മുടെ പരിപാടി നമുക്കനുസരിച്ചിട്ട് ആയത്തിനെ മാറ്റലാണ്. ആയത്തിനനുസരിച്ച് നമ്മൾ മാറ്റണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. വിഷയം വിശാലമാണ്, സമയം കുറവാണ്. മക്കളെയും ഇത് പഠിപ്പിക്കണം. മക്കളെ പഠിപ്പിക്കാൻ ഉസ്താദേ ഖുർആൻ പഠിപ്പിക്കാനുള്ള വയസ്സായില്ല. എത്ര വയസ്സ്? എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്നെ എപ്പോഴും, ഉസ്താദേ ഈ ഖുർആൻ പഠിപ്പിക്കാൻ പറ്റിയ വയസ്സെപ്പോഴാണ്? യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളെ
ആദ്യം കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയ സമയം ജനിച്ചപ്പോൾ തന്നെ പഠിപ്പിക്കും. കാരണം കുട്ടികൾ കേട്ടുള്ള അള്ളാഹുവിനോട് അടുപ്പമുള്ള സമയം ജനിച്ചപ്പോഴാണ്. നിങ്ങൾ ചിന്തിക്ക്, ഒരു കുട്ടി ഇവിടെ കൂടി വന്നു, കരഞ്ഞോണ്ട് വന്നു. ഈ അപരിചിതരെ കണ്ടപ്പോ കരഞ്ഞു. ഓടി വന്ന കുട്ടിയുടെ വാപ്പ വന്ന് എടുത്തിട്ട് പറയും പോട്ട മോനെ എന്ന് പറയുമ്പോൾ ചില കുട്ടികൾ കരച്ചിൽ നിർത്തും. കാരണം വാപ്പയോടാണ് കൽബിൽ ആ കുട്ടിക്ക് സ്നേഹം കൂടുതൽ, അല്ലേ? ചിലപ്പോൾ വാപ്പ എടുത്താലും കുട്ടി കരച്ചിൽ, ചിലപ്പോൾ ഉമ്മ ഓടി വന്നിട്ട് കുട്ടിയെ എടുത്തിട്ട് പറയും മോനെ പോട്ടെ ചക്കര സാരമില്ല എന്ന് പറയുമ്പോൾ കുട്ടി ചിലപ്പോൾ കരച്ചിൽ നിർത്തും. കാരണം ഉപ്പയേക്കാൾ അവൻ ആ സമയത്ത് ഹൃദയത്തിൽ ഇഷ്ടാരോടാ? ഉമ്മയോടാണ്. ചില കുട്ടികൾ ഉമ്മ എടുത്തിട്ട് തോളത്തിട്ടിട്ട് ചക്കരെ കൺമണി എന്ന് വിളിച്ചാലും അവർ കരച്ചിൽ നിർത്തില്ല. അവരുടെ കരച്ചിൽ നിൽക്കണമെങ്കിൽ ഉമ്മയേക്കാൾ അവർക്ക് ആരോടാണോ ആ സമയത്ത് ഹൃദയത്തിൽ ഇഷ്ടം അവരെ കുറിച്ച് പറയണം, അല്ലേ? അപ്പൊ ഉമ്മയേക്കാൾ അവർക്ക് സ്നേഹം ആരോടാ സമയത്ത്? ആരോടാ സ്നേഹം? ഉമ്മയോടാ. മുലപ്പാല് കൊടുക്കുന്ന ഉമ്മയേക്കാൾ സ്നേഹം ആ സമയത്ത് കുട്ടിക്കാരോടാ. ഇതൊന്നും ബാക്കി വെറുതെ തമാശ പറയുന്നല്ല, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു ചിന്തയിട്ട് തരികയാ. തോളത്തിട്ട് തട്ടിയിട്ട് നിന്റെ കൺമണി കരച്ചിൽ നിർത്താതെ വരുമ്പോ ആ ഉമ്മ പെട്ടെന്ന് ആ കുട്ടിയുടെ കരച്ചിൽ നിർത്താൻ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ താരാട്ട് കേട്ടാൽ കരച്ചിൽ നിർത്താത്ത ഒരു കുട്ടിയാണുള്ളത്. അതിന്റെ അർത്ഥം സ്വന്തം ഉമ്മയെക്കാളേറെ ആ സമയത്ത് ആ പൊന്നുമോന് ഹൃദയത്തിലിട്ടം അല്ലാഹുവിനോടാണ്. അതുകൊണ്ടാണ് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ർ വലാകിൻ അബവാഹു യുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി വയുഹവ്വിദാനിഹി. അവന്റെ ഉമ്മമാരാണ്, അവന്റെ മാതാപിതാക്കളാണ് ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്ന് തീരുമാനിക്കേണ്ടത്. ആ സമയത്ത് ആ കുഞ്ഞിന് ഹൃദയത്തിലിട്ടം അല്ലാഹുവിനോടാണ്. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആദ്യത്തെ കുഞ്ഞു പ്രസവിച്ചിട്ട് 3 മാസം താരാട്ട് പാടുമ്പോ അല്ലാഹനെ കുറിച്ച് പാടിക്കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അടുത്ത 3 മാസം കഴിയുമ്പോ പിന്നെ സ്നേഹം റസൂലുള്ളാഹിനോടാണ്. അപ്പൊ താരാട്ടിൽ മുഹമ്മദ് റസൂലുള്ള ചേർത്ത് കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോഴാണ് പെങ്ങളെ താരാട്ട് പാടേണ്ടത്. നമ്മുടെ മാതാപിതാക്കളെ താരാട്ടിലൂടെ പാടിപ്പിച്ച് തന്നതിൽ പോലും ഗുണപാഠങ്ങളുണ്ട്. ഇന്ന് നമ്മളൊക്കെ പുരോഗമനത്തിന്റെ പേര് പറഞ്ഞിട്ട് പഠിച്ചു പടിവാതിലടച്ച് പിണ്ണം വെച്ചു. 3 മാസം കഴിഞ്ഞ് 6 മാസമായി 9ാമത്തെ 7ാമത്തെ മാസത്തിലേക്ക് കിടക്കുമ്പോ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഇട്ടുന്ന ഹൃദയമാണ് കുഞ്ഞിൻ്റെത്. മഹാന്മാരായ സഹാബത്തിനെ കുറിച്ച് ഇഷ്ടപ്പെടുന്ന സമയമാണ്. ആ സമയത്ത് നീ താരാട്ട് പാടണം. വീരനാമലിയാരുടെ വീരനാമലിയാരുടെ വീരകഥകൾ കേൾക്കണം. വീരനായി നീ വളരണം. ആരംഭ പുനനാരമേ. 9ാം മാസം മുതൽ ഇസ്ലാമിനോടുള്ള അടിസ്ഥാനപരമായ പ്രണയമായിട്ടാണ് നിന്റെ കുഞ്ഞിനെ അല്ലാഹു നിന്റെ കൈവെള്ളയിൽ വെച്ച് തന്നത്. അതല്ല റാത്തിക്കലിന്റെ കേൾക്കാനെത്തിയ ഓരോ മാതാപിതാക്കളോടും ഞാൻ നിങ്ങൾ അടക്കമുള്ളവരോട് ചോദിക്കുകയാ. പടച്ചറബിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ നിറച്ചു, മുത്തു മുസ്തഫാനോടുള്ള സ്നേഹം ഹൃദയത്തിൽ നിറച്ചു, സഹാബത്തിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ നിറച്ച് അല്ലാഹു നമ്മുടെ കൈവെള്ളയിൽ തന്ന കുഞ്ഞുങ്ങളെ സിനിമാ പാട്ടുകളും സിനിമയുമായി അവരുടെ ഹൃദയത്തിലേക്ക് പിശാചിന്റെ വടിയെ തെളിച്ചു കൊടുത്തവരാരാ? അതുകൊണ്ടാണ് പരലോകത്തവര് പറയുന്നത് അല്ലാഹുവേ റബ്ബനാ ആതിഹിം ലഅഫൈൻ മിനൽ അദാബ് വല്ലനഹും ലഅനന കബീറാ. നാളെ പരലോകത്ത് കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ നമ്മുടെ മക്കൾ പറയും അല്ലാഹുവേ ഇവരാണ് നല്ല പ്രായത്തിൽ എനിക്ക് നന്മ പറഞ്ഞു തരാതിരുന്നത്. എനിക്ക് നരകത്തിൽ കിട്ടുന്ന ശിക്ഷയുടെ ഇരട്ടി എന്ന മാതാപിതാക്കൾക്ക് കൊടുക്കണമെന്ന് നമ്മുടെ മക്കള് നമ്മൾക്കെതിരെ പറയുമെന്ന് ഖുർആൻ പറഞ്ഞത് ഈ ഒരു അവസരത്തിലൂടെ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോഴാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, ഖുർആൻ അനുസരിച്ച് നമ്മുടെ മക്കളെ വളർത്തണേ, സാലിഹീങ്ങളായി വളർത്തണേ.
നടത്തണേ, നമ്മുടെ മക്കളെ നന്മയുടെ വളവിലൂടെ നടത്തണേ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുമ്പോ മഹാനായ മുആദ് റളിയല്ലാഹു തആല നടന്നു വരികയാണ്. 12 വയസ്സാണ് മുആദിന്റെ പ്രായം. മുആദിനെ കണ്ടപ്പോ മുത്തുനബി പറഞ്ഞു അത്രേ, വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ മുആദ്. മുആദേ, നിന്നോട് എനിക്ക് വല്ലാത്ത പ്രേമമാണ് മുആദേ, എനിക്ക് നിന്നോട് ഇഷ്ടമാണ് മുആദേ. 12 വയസ്സുള്ള വാപ്പാന്റെ കൈ പിടിച്ചു പോകുന്ന മോനോട് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നോടാണ് മുആദേ. 12 വയസ്സുകാരന്റെ മറുപടി നബിയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, നബിയേ വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്. അങ്ങേ അതേപോലെ 12 വയസ്സുകാരനായ മുആദും പ്രണയിക്കുന്നുണ്ട് നബിയേ. മക്കയിലെ 12 വയസ്സുകാരന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ മുത്തു മുസ്തഫ സല്ലല്ലാഹു വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, ഞാനും അങ്ങേ സ്നേഹിക്കുന്നുണ്ട് നബിയേ. ഇത് കേട്ട നബി തങ്ങൾക്ക് സന്തോഷമായി. ഇന്ന് പള്ളിയിലെ ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദിനോട് പോലും നമ്മുടെ മക്കൾക്ക് സ്നേഹമില്ല. പിതാവ് കുത്തിവെച്ചു കൊടുത്ത അനുരാഗമാണത്. ഇത് കേട്ട ഉടനെ ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു, മുആദേ, എന്നാൽ ഇനി മുതൽ 5 വഖത്ത് നിസ്കാരത്തിന് നിനക്ക് ഞാനൊരു ദുആ പഠിപ്പിച്ചു കൊടുക്കാൻ തരാം. നീ അത് സ്ഥിരമായി ചൊല്ലണേ പൊന്നുമോനെ മുആദേ. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക വ തൗഫീഖ തഅതിക വ ഈമാനിക യാ അല്ലാഹ്. ചിന്തിക്കു നിങ്ങൾ. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക, അല്ലാഹുവേ നിനക്ക് ദിക്ർ ചെയ്യാൻ എന്നെ നീ സഹായിക്കണം. വ ശുക്രിക, നിന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ നീ എന്നെ സഹായിക്കണം. അല്ലാഹുവേ വ തൗഫീഖ തഅതിക, നിന്നോട് ഞാൻ താഴത്തിലുള്ള തൗഫീഖിനെ ചോദിക്കുകയാണ്. മരിക്കുന്നത് വരെ പിന്നെ ഞാൻ ഈ ദുആ മുടക്കിയിട്ടില്ലെന്ന് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു. നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെ വളർത്തുന്നോ അതനുസരിച്ചിട്ടാണ് നമ്മുടെ മക്കൾ മാറി വരിക. നമ്മളെ എങ്ങനെയാക്കുന്നോ അതനുസരിച്ചിട്ടാണ് നാമം പരിവർത്തിക്കപ്പെടുക. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉസീകും യാ ഇബാദല്ലാഹ് വയ്യായ ബിനഫ്സി അവലം ബിത്തഖ്വല്ലാഹ്. ആദ്യമായിട്ട് ഹൃദയത്തിൽ ഈ ബോധമുണ്ടാവണം. പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഖുർആനിനായത്തിറങ്ങിയ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. അങ്ങനെ ഉയർന്നാൽ തഹബത്ത് അഅ്മാലുകും, നിങ്ങളുടെ സൽക്കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകും സഹാബ. ഈ ആയത്തിറങ്ങിയതിനു ശേഷം ബഹുമാനപ്പെട്ട ഈ ആയത്തിറങ്ങിയതിനു ശേഷം ബഹുമാനപ്പെട്ട ഏതാ ബഹുമാനപ്പെട്ട സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ പിന്നെ പള്ളിയിലേക്ക് കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാബിത്ത് ബിൻ ഖൈസിനെ അന്വേഷിക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലെ സഹാബത്ത് വരുമ്പോ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്തെത്തുമ്പോ ആരോ വീട്ടിലിരുന്നിട്ട് ചെറിയ ശബ്ദത്തിൽ പിറുപിറുക്കുന്നത് കേൾക്കാം. ബിലാൽ റളിയല്ലാഹു തആല കടന്നു വന്ന് നോക്കുമ്പോ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു വീട്ടിൽ കുനിഞ്ഞിരുന്നിട്ട് മെല്ലെ മെല്ലെ പിറുപിറുക്കുകയാണ്. സാബിത്തേ, എന്തു പറ്റി സാബിത്തേ? അല്ലാഹുവിന്റെ ഖുർആനിനായത്തിറങ്ങി അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ലെന്ന് ഖുർആനിൽ ആയത്തിറങ്ങുമ്പോ എന്റെ ശബ്ദം വല്ലാതെ ഉയർച്ചയുള്ള ശബ്ദമാണ്. നമ്മൾ പറഞ്ഞാൽ പയ്യെ പറഞ്ഞാൽ പറവൂര് കേൾക്കും. അമ്മാതിരി ശബ്ദമാണ് എന്റെ ശബ്ദം. ഈ ഖുർആന്റെ ആയത്തിറങ്ങിയപ്പോ ഞാൻ എന്റെ ശബ്ദം വലുതാണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുകയല്ല, ഖുർആന്റെ ആയത്തിനനുസരിച്ച് ഞാൻ എന്റെ ശബ്ദത്തെ ക്രമീകരിക്കുകയാണ്.
ഞാൻ മെല്ലെ മെല്ലെ പറഞ്ഞ് പഠിക്കുകയാണ്. മുത്തു മുസ്തഫാന്റെ ചാരത്ത് വന്ന് എനിക്കിരുന്ന് സംസാരിക്കണം. ഈ ആയത്തനുസരിച്ചിട്ട് ഞാൻ എന്റെ ശബ്ദത്തെ ഞാൻ ക്രമീകരിക്കുകയാണ്. സഹോദരങ്ങളെ, ഖുർആൻ അനുസരിച്ചിട്ട് നമ്മെ ക്രമീകരിക്കുക. നമ്മൾ ന്യായമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, ഇനിയിപ്പോ എനിക്ക് എന്നെ മാറ്റാൻ പറ്റൂല. അതെന്റെ സ്വഭാവമാണ്, ഇതെന്റെ സ്വഭാവമാണ്. എടാ അങ്ങനെ ചെയ്യുക, അതെന്റെ സ്വഭാവമായി പോയി. എടാ ഇത് മാറ്റ്, ഇതെന്റെ സ്വഭാവമായി പോയി, മാറ്റാൻ പറ്റൂല. മോനെ കള്ളു കുടിക്കല്ലേ, അത് കുടിക്കാതിരിക്കാൻ എനിക്ക് പറ്റൂല, എന്റെ സ്വഭാവമായി പോയി. നമ്മൾ സർവ്വ തെമ്മാടിത്തരവും കാണിച്ചിട്ട് ശൈത്താനെ കുറ്റം പറയും. എന്താ കള്ളു കുടിച്ച് ദേനത്താക്കപ്പെട്ട ശൈത്താൻ ചതിച്ചു ഉസ്താദ്. എടാ എന്തടാ വ്യഭിചരിക്കാം, ഇബ്ലീസ് ചതിച്ചു, അപ്പഴും ചെയ്തത് ഇവനല്ല. ഇബ്ലീസിന് സായുജ്യടയാണ്, നമുക്കൊരു ആഗോള ശത്രുവുണ്ട് ശൈത്താൻ. നമുക്കനുസരിച്ച് ഖുർആൻ അനുസരിച്ചിട്ട് ഈ സദസ്സിനോട് ഞാൻ പറയാം, രണ്ട് കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ പിന്നെ നമ്മുടെ ജോലി, നമുക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഖുർആൻ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റണം. ഈ രണ്ട് സന്ദേശം എനിക്ക് പറയാനുള്ളൂ ഈ പരിമിതമായ സമയത്തിൽ. ഒന്ന്, മക്കളെ വഴിയിൽ കൊണ്ടുവരണം. രണ്ട്, നമ്മുടെ ജീവിതം, റാത്തിക്കലുകാരെ, വർക്കലക്കാരെ, ആദ്യം എന്നോട് ഖുർആൻ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തും. അങ്ങ് ക്രമപ്പെടുത്തിയ മനുഷ്യനാണ് ലോക ചരിത്രത്തിന്റെ വിസ്മയമായത്. അങ്ങനെ ക്രമപ്പെടുത്തിയ മനുഷ്യനാണ് ലോക ചരിത്രത്തിലെ വിസ്മയമായി മാറിയത്. അള്ളാഹു അങ്ങനെ വിട പറയാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അത് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുആയ്ക്ക് മുമ്പ് 2 അവാർഡും കൂടെ കൊടുക്കാണ്ട് തീർന്നില്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയ്ക്ക് മുമ്പ് കൊടുത്ത് സന്തോഷത്തോടെ പിരിയാം. എല്ലാം കൂടെ ഒരു 11 മണിക്ക് പിരിയാം. ഇൻഷാ അല്ലാഹ് അതുവരെ ഇരിക്കൂലേ? ഒരു അരമണിക്കൂർ, 1 മണിയാണ്. ആനയുടെ പിണ്ണം കണ്ടിട്ടുണ്ട്? ഇൻഷാ അല്ലാഹ് ഈ ആനയുടെ പിണ്ണം കണ്ടിട്ടില്ലേ? അതങ്ങ് ഇട്ട് വരുമ്പോൾ ഇത്രയും വലിപ്പം കാണും. നമ്മളിത് എന്താ ഇതിന്റെ വലിപ്പം? ഇത് ഇടണ പാട് ആനക്കല്ലേ അറിയോ? ഇന്നേ വരെ ആരും അത് ഇട്ട ആനയുടെ പാട് ബുദ്ധിമുട്ട് ആരും അറിഞ്ഞിട്ടില്ല. അപ്പൊ അതുപോലെ ഇത് പറയാൻ വലിയ എളുപ്പമാണ്. 1 മണി വരെയൊക്കെ ഇത് കരൾ വെള്ളമാണ് പരിപാടിയാണ്. ആ ഖുർആൻ അനുസരിച്ച് നമ്മെ മച്ചി ആളാണ്. അവന് മൈക്ക് ഒന്നുകൂടി ഒന്ന് ശരിയാക്കി വെച്ച് ഒന്ന് ബേസ് കൂട്ടി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചാലും നടക്കാത്തതൊന്നുമില്ല. ലോക ചരിത്രത്തിൽ വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് റൊമാന്റിക് ഭാവനയ്ക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ജാജ്വലമായ ജീവിതം നയിച്ച ഒരാളാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നജ്റാൻ പർവതത്തിന്റെ പ്രാന്തപ്രദേശത്തിലൂടെ لا يسله ولد خطاب حتى يسله حمار خطاب. ഖത്താബിന്റെ വീട്ടിലെ കഴുത നന്നായാൽ ഖത്താബിന്റെ മകൻ ഉമർ നന്നാവില്ലെന്ന് ഒരു നാട്ടുകാർ മുഴുവനും അടച്ചാക്ഷേപിച്ച ഉമറാണ്. ആ ഉമറാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ മദീന മുഴുവനും ആരോ വിളിച്ചു പറഞ്ഞു, തൂഫിയ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിപ്പോയി. മദീന മുഴുവനും ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ മുമ്പിൽ പൊട്ടിക്കരയുമ്പോ ഒരു ഭ്രാന്തനെ പോലെ മുടിയിടകൾ വലിച്ചടച്ചുകൊണ്ട് പാഞ്ഞു വന്നുവല്ലോ ഹബീബായ നബി തങ്ങളുടെ പൂത്തിങ്ങൾ മദനി നേരത്തേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പോലും പറഞ്ഞു പോയി, നബിയേ ഇതെന്തോ ഒരു സുഗന്ധമാണ് നബിയേ, അങ്ങ് ജീവിച്ചിരുന്നപ്പോൾ സുഗന്ധമാണ്, അങ്ങ് വിട പറയുമ്പോൾ സുഗന്ധമാണല്ലോ തിരുദൂതരെ. ഫതുലുക കാഫൂറുൻ വറുബുക അംബറു വസുദുസുക യാകൂതുൻ വബാകീക ജൗഹറു. വഫാത്തായി 3-ാമത്തെ ദിവസമാണ് മുത്തു മുസ്തഫാനെ ദഫൻ ചെയ്യുന്നത്. 3 ദിവസമായിട്ടും ഒരു ദുർഗന്ധമില്ലാതെ ഇതെന്തോ ഒരു സുഗന്ധമാണ് നബിയെ,
അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുശരീരത്തിന്റെ ചാരത്തിരുന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പരിതപിക്കുമ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു പാഞ്ഞു വന്നുവല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ആരോ പറഞ്ഞു, ഉമറേ തൂഫിയ റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങൾ വിട പറഞ്ഞു പോയി. ഊരി പിടിച്ച വാളെടുത്തിട്ട് ആരാ എന്നെ മുത്തു വഫാത്തായി എന്ന് പറഞ്ഞത്? ആര് പറഞ്ഞാലും അവന്റെ തല ഞാൻ കൊയ്തെടുക്കുമെന്ന് പറയുമ്പോ ഒരു ഖുർആന്റെ ചരിത്ര വിപ്ലവത്തിന് ഇവിടെ സാക്ഷ്യം വഹിക്കുകയാണ്. ആരുടെ തല കൊയ്യുമെന്ന് പറഞ്ഞിട്ടാണോ കുതിരപ്പുറത്ത് ഇതേ വാളും പിടിച്ചു പോയത്? അതേ മഹാമനുഷ്യൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ വിശ്വസിക്കാൻ കഴിയാതെ പറയുന്നവന്റെ തല ഞാൻ കൊയ്തെടുക്കുമെന്ന് പറഞ്ഞ് ചരിത്രത്തിന്റെ ദിശമാർഷിയ വാളും വീശിക്കൊണ്ട് നിൽക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു തആല സാന്ത്വനിപ്പിച്ചുവല്ലോ. ഉമറേ അടങ്ങ് ഉമറേ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി ഉമറേ എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സാന്ത്വനിപ്പിക്കുമ്പോ ഞാൻ ചുരുക്കി പറയാണ്, ഹബീബായ മുത്തിന്റെ ചാരത്ത് നിന്ന് പിന്നീട് പിരിഞ്ഞു പോയ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പിന്നെ നാം കാണുന്നത് ഏത് സമയത്തെന്നറിയുമോ? വഫാത്തിന്റെ തൊട്ടുവേളയിൽ മദീനത്തെ പള്ളിയുടെ മിമ്പറിലിരുന്നിട്ട് ഖുത്ബ ഓതുകയാണ്. രണ്ടാമത്തെ ഖുത്ബയിൽ ദുആ ചെയ്തപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തു, അല്ലാഹുവേ അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദത്തൻ ഫീ ബലദി റസൂലിക. അല്ലാഹുവേ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിൽ നീ എന്നെ ഷഹീദാക്കണേ അല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അന്ത്യാഭിലാഷമാണ്. റാത്തിക്കൽ എന്നെ കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മാറാൻ പറ്റില്ലെന്ന് സ്വയം തീരുമാനിച്ചാൽ മാറാൻ കഴിയില്ല, മാറ്റം കുറിക്കാൻ കഴിയും. ഉമറിന്റെ ഒടുക്കത്തെ ആഗ്രഹം ഏതെന്നറിയോ? ഹബീബായ മുത്തിന്റെ മദീനയിൽ എനിക്ക് ഷഹീദാവണം അല്ലാഹുവേ, ഞങ്ങള് മദീനയിൽ നീ മരിപ്പിക്കണേ അല്ലാഹ്. അങ്ങനെയൊക്കെ നമ്മളൊക്കെ ദുആ ചെയ്താലും മനസ്സിൽ വീട്ടിൽ തിരിച്ചു വരണമെന്നാണ്. മറ്റന്നാൾ രാവിലെ അൽഹംദുലില്ലാഹ് ഞാനും എൻ്റെ ഭാര്യയും ഹജ്ജിന് പോവുകയാണ്. നേരെ പോകുന്നത് മദീനത്തേക്കാണ്, മുത്തിന്റെ ചാരത്തേക്ക്, തൃഷ്ണായാനങ്ങളുടെ സംഗമ ഭൂമിയിലേക്ക്, പച്ചക്കുബ്ബയുടെ താഴ്വാരത്തിലേക്ക്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മദീനയിൽ പോയിട്ട് മദീനയിൽ നിന്ന് തിരിച്ചു വരുന്നവനിലേക്ക് അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിശൂന്യനെന്ന് അല്ലാമ ഇഖ്ബാൽ പാടിയിട്ടുണ്ട്. പക്ഷേ തിരിച്ചു വരാതിരിക്കാൻ നമുക്ക് കഴിയുമോ? നമ്മൾ ബലഹീനരാണ്. മദീനയിൽ മരിപ്പിക്കണമെന്ന് പറഞ്ഞാലും തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. കാരണം കഴിഞ്ഞ ആഴ്ച വെറുതെ മക്കളുടെ കൂടെ ഇരിക്കുമ്പോ ഉപ്പയും ഉമ്മയും ഹജ്ജിന് പോവുകയാണ്. 3 വയസ്സുകാരി കരയുന്നുണ്ട്. അപ്പോഴാണ് മൂത്താളുടെ ചോദ്യം, ഉമ്മ ഹജ്ജിന് പോവണ്ട, ഉപ്പയും പോവണ്ട. ഞാൻ പറഞ്ഞു, മോനെ അങ്ങനെയൊന്നും പറയല്ലേ. അവൻ കണ്ണ് നിറഞ്ഞിട്ട് പറഞ്ഞു, കഴിഞ്ഞ വർഷം ഹറമിൽ അപകടമുണ്ടായതുപോലെ ഇപ്രാവശ്യം ഉണ്ടായാലോ? എന്റെ ഉപ്പയും ഉമ്മയും തിരിച്ചു വരില്ലല്ലോ. സാന്ത്വനിപ്പിച്ചിട്ട് പറഞ്ഞു, ഇല്ല മോനെ, അള്ളാഹുവിന്റെ അടുക്കലേക്കല്ലേ പോകുന്നത്, ഉപ്പയും ഉമ്മയും തിരിച്ചു വരും. അപ്പോഴും നമ്മുടെ ഹൃദയം മക്കളുടെ കണ്ണീരിന്റെ മുമ്പിൽ തിരിച്ചു വരുമെന്നുള്ള വാക്ക് ആ സ്നേഹത്തിന്റെ പുറത്ത് പറയിപ്പിക്കുന്ന ബലഹീനരാണ് നമ്മൾ. പക്ഷെ ഉമർ അങ്ങനെയല്ല. ജീവിതത്തിന്റെ പാപങ്ങൾ കഴുകി തീരാൻ മദീനയിൽ അവസാനത്തെ ശ്വാസം വലിക്കണം. അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദത്തൻ ഫീ ബലദി റസൂലിക. നിന്റെ ഹബീബായ മുത്തിന്റെ മദീനയിൽ എനിക്ക് രക്തസാക്ഷിത്വം നൽകണേ അല്ലാഹ്. സഹാബത്ത് നിശബ്ദരായിരുന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ ഇരുന്നിട്ട് പറഞ്ഞു, സഹാബ അമ്മിനൂ റഹ്മക്കുമുല്ലാഹ്, നിങ്ങൾ ആമീൻ പറയണേ. എന്റെ ആഗ്രഹം സബലീകരിക്കാൻ നിങ്ങൾ ആമീൻ പറയാത്തതെന്താ? സഹാബത്ത് പറഞ്ഞു, ഉമറേ എങ്ങനെയാണ് നിന്നെ ആഗ്രഹം നടക്കുന്നത്? നടക്കാത്ത ആഗ്രഹമാണ് ഉമറേ. മദീനയിൽ ഷഹീദാവാൻ പറ്റില്ല, കാരണം ഇത് ഹറമാണ്. ഹറമിലെ യുദ്ധം നടക്കില്ലല്ലോ, ഹറമിലെ യുദ്ധം പാടില്ലല്ലോ. യുദ്ധം നടന്നാലല്ലേ ഷഹീദാവാൻ പറ്റൂ. ഹറമിലെ യുദ്ധം നടക്കില്ലല്ലോ ഉമറേ, ഹറമിലെ യുദ്ധം നടക്കാൻ സാധ്യതയില്ലല്ലോ ഉമറേ. ശരിയാണ്, ഹറമിൽ രക്തസാക്ഷിയാവാൻ കഴിയില്ല.
പക്ഷേ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട റാത്തിക്കലെ, റാക്കിന്റെ അടക്കമുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഒരു മനുഷ്യന്റെ ആഗ്രഹമാണ് പടച്ചിറപ്പിന്റെ മുമ്പിൽ കബൂല്. മദീനയിലെ രക്തസാക്ഷിയാകണമെന്ന ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹം കൊണ്ടാണ് സുബഹിക്ക് പള്ളിയിലേക്ക് പോകുമ്പോ അബൂലൂര് പിച്ചാത്തിപ്പിടി കുത്തിയിറക്കിയത്, കുടൽമാല വെളിയിലോട്ട് ചാടിയത്. നിസ്കാരത്തിന് നേതൃത്വം വഹിക്കുമ്പോ കുത്തേറ്റ് മരിച്ചവന് ഷഹീദിന്റെ പ്രതിഫലമാണെന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കുടൽമാല വെളിയിലോട്ട് ചാടി രക്തം തടം തല്ലിയാ തൊടുകി. ആ രക്തത്തിൽ കുളിച്ച് ഉമർ റളിയല്ലാഹു തആല മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാ. മോനെ, ബോധം വീണ ഉടനെ മോനെ അബ്ദുല്ലാ, എന്തേ ഉപ്പ, സുബഹിന്റെ സമയം കഴിയാറായോ മോനെ, എന്തേ ഉപ്പ? ഞാൻ സുബഹിന്റെ ആദ്യത്തെ റക്അത്തിൽ ഇമാമത്ത് നിൽക്കുമ്പോഴാണ് കുത്തേറ്റ് വീണത്. രണ്ടാമത്തെ റക്അത്ത് ഇന്നത്തെ സുബഹി ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല. ഞാൻ മരിച്ചിട്ട് എന്റെ റബ്ബിലേക്ക് പോകാൻ പോകുന്നതിന് മുമ്പ് ഒരു സുബഹി കളാക്കിയിട്ടെന്റെ റബ്ബിന്റെ മുമ്പിൽ ഉമർ പോയി നിന്നാൽ ഉമറിന്റെ യൗവനകാലം മുഴുവനും മദ്യത്തിലാണ്, ഉമറിന്റെ യൗവനകാലം മുഴുവനും വ്യഭിചാരത്തിലാണ്, ഉമറിന്റെ ഒരു കാലഘട്ടം മുഴുവനും തിന്മയിലാണ്. ഈ സുബഹി കളാക്കിയിട്ടെന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിന്നാൽ ഉമർ എങ്ങനെ നിൽക്കും മോനെ അബ്ദുല്ലാ എന്ന് പറഞ്ഞിട്ട് കൈ നീട്ടി മോനെ ഉപ്പാനെ കൊണ്ട് ഒതുവെടുപ്പിക്ക്. കൈ നനച്ചിട്ട് മെല്ലെ കുത്തി എഴുന്നേൽക്കുമ്പോ കുടൽമാല വെളിയിലോട്ട് ചാടി ബാലൻസ് തെറ്റി ഉമർ റളിയല്ലാഹു അൻഹു മറിഞ്ഞു വീണപ്പോ സഹാബത്ത് പറഞ്ഞു, വേണ്ട ഉമറേ, നിങ്ങളെ കൊണ്ട് കഴിയില്ല, അള്ളാഹു നിങ്ങളോട് ചോദിക്കില്ല ഉമറേ. അപ്പോഴും എന്നോട് പറഞ്ഞു, മോനെ നേരെ ആയിഷ ബീവിയുടെ അടുക്കൽ പോകണം, എന്നിട്ട് ഉപ്പാക്കൊരു ഖബർ അവിടെ തരുമോ എന്ന് ചോദിക്കണം. സ്ഥലം എന്തെന്നറിയോ? എന്തിനെന്നറിയുമോ? ഹബീബായ നബി തങ്ങൾ വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഉസ്മാനെ, യാ റസൂലല്ലാഹ്, എനിക്കുള്ള 2 പെൺമക്കളെ നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു. ഇനിയും എനിക്കും പെൺമക്കൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്ത് തരുമായിരുന്നു ഉസ്മാൻ. എനിക്ക് നിങ്ങളെ അത്രക്കേറെ ഇഷ്ടമാണ് ഉസ്മാൻ. എന്തേ നബി ഇപ്പൊ അങ്ങനെയൊക്കെ പറയുന്നത്? അലിയെ കണ്ടു, അലിയെ നിന്നെ ജീവിതത്തിൽ കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ എന്റെ മകൾക്കൊരു നല്ല മരുമകനെ കിട്ടുമായിരുന്നില്ലല്ലോ അലിയെ. യാ റസൂലല്ലാഹ്, എന്തിനാണ് ഇപ്പോഴൊക്കെ പറയുന്നത്? തിരിച്ചു നോക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു നിൽക്കുന്നുണ്ട്. രണ്ടുപേരെയും എന്റെ അടുക്കലേക്ക് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ഉമറേ, അബൂബക്കറേ, എന്തേ യാ റസൂലല്ലാഹ്, വഹകദാ യദ്ഖുലു അസ്സാലിസാനി ഫിൽ ജന്ന. നമ്മൾ 3 പേര് സ്വർഗ്ഗത്തിൽ ഇങ്ങനെയാണ് ഉമറേ, അബൂബക്കറേ നിൽക്കുന്നത്. അവസാനത്തെ വാക്കാണ് നാളെ സ്വർഗത്തിൽ നമ്മൾ 3 പേരും ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടിയാണ് ഖബർ തൊട്ടടുത്ത് ചോദിച്ചത്. കാരണം തുഹ്ശറൂന കമാ തമൂതൂൻ, എങ്ങനെ മരിക്കുന്നുവോ അങ്ങനെയാണ് പരലോകത്ത് വരിക. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഖബറിൽ കിടന്നാൽ മഹ്ശറയിലും അടുത്ത് ചെന്ന് നിൽക്കാമല്ലോ. കുട്ടൽമാല വെളിയിലോട്ട് ചാടിയപ്പോഴും ആഗ്രഹം ഇതാണ്. മകൻ അനുവാദം ചോദിച്ചു വന്നിട്ട് മോനോട് പറഞ്ഞു, മോനെ അബ്ദുള്ള, വാപ്പാടെ മയ്യത്ത് കുളിപ്പിക്കുന്ന വെള്ളത്തിൽ കർപ്പൂരം ഇടരുത്, വാപ്പാടെ മയ്യത്തിന് സുഗന്ധദ്രവ്യം പൂശരുത്. എന്തേ ഉപ്പ? നിന്റെ ഉപ്പ ഉമറിന് അതിനൊന്നും അർഹതയില്ല. എന്റെ ജീവിതത്തിന്റെ ഒരു കാലം മുഴുവനും അല്ലാഹ് ഇഷ്ടപ്പെടാത്ത ജീവിതമായിരുന്നു മോനെ. നിന്റെ വാപ്പയുടെ ഒരു കാലഘട്ടം അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റിയ കാലഘട്ടമല്ല. അതുകൊണ്ട് മോനെ, എന്റെ മയ്യത്തടക്കുമ്പോ കർപ്പൂരം പോലും ചേർക്കരുത്. റാത്തിക്കലെ കുട്ടികളെ, ഞാൻ ഈ പരിമിതമായ സമയത്ത് എവിടെ നിന്നാണ് ഈ മനുഷ്യൻ രൂപീകരിക്കപ്പെട്ടത്? മുത്തുനബിയെ കൊല്ലാൻ പോകുമ്പോ പെങ്ങളായ ഫാത്തിമ ഒരൊറ്റ ആയത്ത് കേട്ടപ്പോഴാണ് ഉമറിന് മാറ്റമുണ്ടായിരുന്നെങ്കിൽ
ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. ഈ ഒരൊറ്റായത്ത് കേട്ടപ്പോ കാട്ടാളനായ ഉമർ മാറിയെങ്കിൽ ഈ 2 ദിവസം കേട്ട മുഴുവനായത്തുകൾ കൊണ്ട് എത്ര പേർക്ക് ഇവിടെ മാനസാന്തരം ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോഴാണ് ഹോളി ഖുർആൻ അവാർഡ് തമാമാകുന്നത്. പറഞ്ഞു എന്ന് മനസ്സിലായോ? കഥ പറയാൻ വന്നതല്ല ഞാൻ. ഇത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഈ 2 ദിവസം മോദി ആയത്ത് ഒരായത്ത് കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു മാറി. ഒരായത്ത് കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു മാറി. റസൂലുള്ളാഹിയുടെ ചാരത്ത് വഫാത്തായി, ഖബറടക്കം ചെയ്യപ്പെട്ടു. 40 വർഷത്തിന് ശേഷം മഹാനായ റൗളയുടെ ഭാഗത്ത് കുടി കുടിക്കുമ്പോ മൺവെട്ടിയൊരു സ്ഥലത്ത് കൊണ്ടു. അവിടെ നിന്ന് രക്തം പ്രവഹിക്കാൻ തുടങ്ങി. നോക്കിയപ്പോ ഒരു മനുഷ്യന്റെ കാലിൽ നിന്ന് പച്ച രക്തം വരുന്നത് പോലെ വരികയാണ്. അക്കാബിരീങ്ങളായ ആളുകൾ വന്ന് നോക്കി, ഇതാരുടെ കാലാണ്? അവര് സാക്ഷ്യപ്പെടുത്തി, ആരുടെ കാലെന്നറിയോ? ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലാണ്. മണ്ണിന്റെ അകത്ത് വെച്ചിട്ട് 40 വർഷം കഴിഞ്ഞിട്ടും ചുടുരക്തം പ്രവഹിച്ച കാലാണ്. മദ്യപാനിയായിരുന്ന ഉമറിന്റെ കാല്. എന്നെ നോക്കി, നീപ്പിന്റെ അത് ട്രെയിനോ ബസ്സോ ഒന്നും വിഷയമല്ല. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കബറിൽ കൊണ്ടുപോയി മണ്ണിൽ വെച്ചിട്ട് ആ മണ്ണ് തിന്നാത്ത ഒരു ശരീരം ആരുടേതായിരുന്നു? ഖുർആൻ കേട്ടിട്ട് മാനസാന്തരം വന്ന ഒരു മനുഷ്യൻ. ഖുർആൻ കേട്ടിട്ട് മാനസാന്തരം വന്ന മനുഷ്യൻ. ആ മനുഷ്യന് മണ്ണ് തിന്നില്ല. ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ 3 ദിവസം കഴിയുമ്പോ വാക്കവിയുടെ ഈ കണ്ണഴുകും, നൗഷാദ് സാഹിബിന്റെ ഈ കണ്ണഴുകും. അതുകൊണ്ടാണ് അദ്ദേഹം ഡിപ്പാർച്ചറിന് തയ്യാറാവണമെന്ന്. ഈ സുന്ദരമായ കണ്ണുകളൊക്കെ പോകും. അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട് സുഹൃത്തേ നമുക്കുള്ള നയനമരണ്ട്. ഉടനെ മുഖമിൽ കാണുമേ ഗുഹരണ്ട്. കാണുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. 3-ാമത്തെ ദിവസം കണ്ണഴുകാൻ തുടങ്ങും. ഈ മാംസം മുഴുവനെ കൊത്തിപ്പറിക്കാൻ തുടങ്ങും. പക്ഷേ 2 പേരുടെ ശരീരത്തിലേക്ക് കയറുകയില്ല. ഒന്ന് ഖുർആൻ കൊണ്ടും മാനസാന്തരപ്പെട്ട മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ. 2 വഹാഫിദുൽ ഖുർആൻ, ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളീങ്ങൾ. ഒരു ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളിനെ മയ്യത്ത് ഖബറിൽ വെച്ചാൽ പുഴുക്കൾ പോലും ബഹുമാനിക്കുന്ന രാജകുമാരനാണവൻ. അസീം സാഹിബിന്റെ മകൻ ഖബറിലെ രാജാവാണ്. അവന്റെ ശരീരത്തിൽ മണ്ണ് ചേരൂല്ല. നമ്മുടെ മക്കളെ ഖബറിലെ രാജാക്കന്മാരാക്കണം. ഈ ഖുർആനുമായി ബന്ധപ്പെട്ട് അതാണ് ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഇത് നന്മയുടെ വഴിയിലാണ്. അവിടേക്കൊരു ഹാഫിളിനെ കൊണ്ടുപോയി വെച്ചാൽ മണ്ണ് തൊടൂല്ല. ഉമ്മമാരെ, മണ്ണ് തൊടാത്തൊരു മകനെ നിങ്ങൾക്ക് വേണ്ടേ? മണ്ണ് തൊടാത്ത ഒരു മകനെ ഉപ്പാണ്ടുമ്മാണ്ട് മയ്യത്ത് കൊണ്ടുപോയി വെക്കുമ്പോ ആ മയ്യത്തിലേക്ക് ആരുണ്ട് മയ്യത്ത് നിസ്കരിക്കാനെന്ന് ചോദിക്കുമ്പോ എന്റെ ഉപ്പാണ്ടുമ്മാണ്ട് മയ്യത്ത് നിസ്കരിക്കാൻ ഞാനുണ്ടെന്ന് പറഞ്ഞ് ഒരു ഹാഫിളായ മകനെ നമ്മുടെ മയ്യത്തിന്റെ പുറകിൽ വെക്കാൻ, നമ്മുടെ മയ്യത്തിന്റെ പുറകിൽ നിൽക്കും. 24 വർഷം കരിങ്കല്ല് ചുമന്നിട്ടാണ് എന്റെ ഉമ്മ എന്നെ വളർത്തിയത്. പക്ഷെ അവര് നഷ്ടപ്പെട്ടിട്ടില്ല. അവര് മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ ഒരു മോനെ ഒരു ബാക്കിയാക്കി. 24 വർഷം കരിങ്കല്ല് ചുമന്നിട്ട് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചിട്ട്. പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ ഈ ലോകത്തെ എല്ലാം അവകാശപ്പെടുമ്പോഴും ഒരു ദിവസം നമ്മൾ ഏറി മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്ന് കണ്ട് നാളെ വാടും പൂക്കളെ പോലെ. ഇന്ന് വിടർന്ന് നിൽക്കുന്ന പൂ നാളെ കൊടിഞ്ഞു പോകുന്നത് പോലെ, കൊടിഞ്ഞു പോകുന്നൊരു ജീവിതം. പോയി നിൽക്കുമ്പോൾ കിടക്കുമ്പോൾ മയ്യത്ത് നിസ്കരിക്കാൻ ആളുകളുണ്ടാവും. ഒരു കാര്യത്തിൽ നാദിർ ഷാ സാഹിബിന് അഭിമാനിക്കാം. അദ്ദേഹത്തിന് ഹാഫിളിങ്ങളില്ലെങ്കിലും അദ്ദേഹം വളർത്തുന്ന മക്കൾ, അദ്ദേഹം കല്ലമ്പലത്തൊടത്തുന്ന മക്കൾ അദ്ദേഹത്തിന് വേണ്ടി നിർവ്യാജം കരയും. വീട്ടിലെ സ്വന്തം മക്കളെയും ഭാര്യയും കരച്ചിൽ. ചിലപ്പോ ഉപ്പ പോയി, ഇനി ഞങ്ങൾക്കാരുണ്ടെന്നാണ്. ഇനി ഇഷ്ടജനങ്ങളെ വിട്ട് വിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കൽബും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ
അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തണി എന്നിലാരെന്ന്. എന്നെ ചിന്തിപ്പിച്ചൊരു പാട്ടാണത്. വീട്ടിലിരുന്നിട്ട് ഭാര്യയും മക്കളും ചോദിക്കും, മക്കളെ ഇനി ആർക്കാണുള്ളത്? ഞാൻ മരിച്ചാൽ എന്റെ ഭാര്യ എന്നെ മക്കളെ കെട്ടിപ്പിടിച്ചിരിക്കും, മക്കളെ ഇനി നമുക്കാരുണ്ട്? ഇതേവരെ കിടന്ന ഉപ്പ, ഇന്നലെ മുത്തം കൊടുത്ത ഉപ്പ 6 അടി മണ്ണിലേക്ക് പോകുന്നു. ഇനി ആ ഉപ്പ ആരുണ്ട് എന്ന ഒരു ചോദ്യം മയ്യത്ത് വീട്ടിൽ നിലനിന്നിട്ടില്ല. അതുകൊണ്ട് എന്റെ റാത്തിക്കലെ ഉമ്മമാരോട് മരിച്ചിട്ട് കിടക്കുന്ന ഉമ്മാന്റെ പുറകിൽ തന്റെ ഉമ്മയാന്ന് പറഞ്ഞ് മയ്യത്ത് നിസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖട്ടെ. എന്റെ വന്ദനായ ഗുരു ജഅഫർ സാദിഖ് മൗലാന അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ചിലക്കൂര് പള്ളിയുടെ ഖബർസ്ഥാനിൽ. മരണപ്പെട്ടപ്പോൾ ഞാൻ അതിന് മക്കളില്ല, ഭാര്യയില്ല, സഹോദരങ്ങളില്ല, ഒന്നുമില്ലാത്ത മനുഷ്യന് വേണ്ടി കരയാൻ ആയിരക്കണക്കിന് ആലിമീങ്ങൾ ഉണ്ടായിരുന്നു. അതെവിടെ നിന്ന് സമ്പാദിച്ച് എന്റെ വന്ദനായ ഗുരുനാഥൻ. നിങ്ങളൊന്ന് ചിന്തിക്കാമോ, നിങ്ങളുടെ തൊട്ടു മുമ്പിലല്ലേ ഒന്നുമില്ലാതെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് നടന്ന ആ മനുഷ്യന് വേണ്ടി സത്യസന്ധത കൊണ്ടും സമയക്ലിപ്തത കൊണ്ടും ജീവിതത്തിൽ ഞങ്ങളെ വിസ്മയിച്ച മഹാഗുരുവിന്റെ മുമ്പിൽ മക്കളില്ല, ഭാര്യയില്ല, സഹോദരങ്ങൾ ധാരാളമുണ്ട്, കുടുംബത്തിൽ. പക്ഷേ ആ മനുഷ്യന് വേണ്ടി ചിലക്കൂര് പള്ളിയുടെ മണൽത്തരികൾ അന്ന് കണ്ണീരിൽ കുതിഞ്ഞു കരയാൻ ഞാനും ഉണ്ടായിരുന്നു. കാരണം ആ മനുഷ്യൻ ജീവിതത്തിൽ കുറെ സ്വത്തുക്കൾ ബാക്കിയാക്കിയിട്ട് പോയി. ഈ വിനീതനെ പോലെയുള്ള ശിഷ്യന്മാർ. സാഹിബിനോട് ഞാൻ അള്ളാഹു നിങ്ങളുടെ സേവനങ്ങളെ കബൂലാക്കട്ടെ, സേവനങ്ങളെ കബൂലാക്കട്ടെ, സേവനങ്ങളെ കബൂലാക്കട്ടെ. ഒരു ഹിഫ്ദുൽ ഖുർആന്റെ റിസർച്ച് സെന്റർ നമുക്കിവിടെ ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനെന്നറിയുമോ? നാളെ മരിച്ചിട്ടും മണ്ണിന്റെ അടിയിലേക്ക് എന്താ ബാക്കി ഉണ്ടായത്? ഒന്നും ഉണ്ടാവില്ല. മരിച്ച തമാം ഗ്രൂപ്പ് ഉണ്ടാവില്ല, മരിച്ച കൈരളി ജ്വല്ലറി ഉണ്ടാവില്ല, മരിച്ചാൽ ബാക്കവിയുടെ ഈ പേരും പെരുമയൊന്നും ഉണ്ടാവില്ല. രാജാവിന്റെ മുമ്പിൽ യാചകം വന്നു, എനിക്ക് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, ഓടിക്കോ, ആ കാണുന്ന എന്റെ ഖജനാവാണ്. ആ ഖജനാവ് പോയി തുറന്നെടുത്തു, എന്ത് വേണമെങ്കിലും. ഇയാൾ ഓടി, ക്ഷീണമകവക്കാറ് ഓടി, പാതിപടിയിൽ വീണു. എന്നിട്ടും എഴുന്നേറ്റോടി ഖജനാവിൽ കിടക്കുന്ന മഞ്ഞലോകത്തിന്റെ തിളക്കം അയാളെ വിസ്മയിപ്പിച്ചു. വിശപ്പ് സഹിക്കാതെ ഓടി ഓടി അയാളോട് രാജാവ് പറഞ്ഞു, നീ പോയി വീഴുന്നത് എവിടെയാണോ അവിടെ നിനക്കുള്ളതാണ്. ഖജനാവിന്റെ മുകളിൽ വീണാൽ ഖജനാവ് മുഴുവന് കിട്ടുമല്ലോ. ഇയാൾ ഓടി, പാതിപടിയിൽ തളർന്നു വീണ് ഇയാൾ മരിച്ചു. രാജാവ് സേവകന്മാരോട് അയാൾ വീണ സ്ഥലം അളന്നു നോക്കുക, അത് അയാൾക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ്. സേവകന്മാര് വന്ന് അളന്നു, കൃത്യം 6 അടി ഉണ്ടായിരുന്നു. 6 അടി അയാൾക്ക്. ഇതാണ് ജീവിതം. നമ്മൾ ഈ മുമ്പിൽ കാണുന്ന എന്തോ ഒരു തിളക്കം കണ്ടിട്ട് ഓടുന്നതിന്റെ ഇടയിൽ ഒരിടത്തുമെത്താതെ പാതിപടിയിൽ ഇങ്ങനെ തളർന്നു വീടുമ്പോൾ കൊണ്ടുപോകാൻ ആകെ ബാക്കിയുള്ളത് ഈ മുഹിബുൽ ഖുർആൻ. തമാം ഗ്രൂപ്പിന്റെ MD എന്നുള്ള ലേബൽ അല്പം നിങ്ങൾക്ക് കൊണ്ടുപോകാനുണ്ടാവില്ല. മുഹിബുൽ ഖുർആൻ എന്ന ഒരു ലേബൽ ഉണ്ടെങ്കിൽ, ഹാഫിദുൽ ഖുർആൻ എന്നൊരു ലേബൽ ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ ഏറ്റവും ഉയരത്തിലെത്തിക്കട്ടെ. ആമീൻ പറ മനുഷ്യൻ. അള്ളാഹു നമ്മളെ ഏറ്റവും ഉയരത്തിലെത്തിക്കട്ടെ. നമ്മുടെ ഈ പ്രയാണം ഉയരത്തിലേക്ക് എത്താനാണ്. നമുക്ക് ഫസ്റ്റ് ക്ലാസ് ആവണം. അള്ളാഹു നമ്മളവിടെ എത്തിക്കട്ടെ. സ്വർഗത്തിലെത്തിയാൽ പോരാ, സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലെത്തും. നമ്മളൊക്കെ ദുആ ചെയ്യണം, അള്ളാഹു സ്വർഗത്തിന്റെ മൂലയിൽ ഒരു കാലിന്റെ ഒരു വിരൽ ചവിട്ടിയിട്ട് എനിക്ക് നിൽക്കാൻ ഇടം തരണേന്നാണ്. അങ്ങനെ ചെയ്യരുതെന്ന് മുത്തു മുസ്തഫ. സ്വർഗം ചോദിക്കുമ്പോൾ ഏറ്റവും മുകളിൽ ചോദിക്കാവൂ. ഫഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹുൽ ഫിർദൗസ്. നിങ്ങൾ ചോദിച്ച ഫിർദൗസ് ചോദിക്കാം. അള്ളാഹു നമ്മളെ സ്വർഗത്തിലെത്തിക്കട്ടെ. അള്ളാഹു നമ്മളെ എത്തിക്കട്ടെ. സ്വർഗത്തിൽ ഇവിടത്തെ പോലെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ദർജത്തുൽ രണ്ടാമത്തെ ബിസിനസ് ക്ലാസ് ദർജത്തുൽ അഅ്മാൽ അല്ലേ അങ്ങനെ നിങ്ങൾ ഫ്ലൈറ്റ് ദർജത്തുൽ അഅ്മാൽ. പിന്നെ മൂന്നാമത്തേത് എക്കണോമി ദർജത്തുൽ ആദി സാധാരണ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ്സിൽ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കാം, കുളിക്കാം, ഷവറിന്റെ ബാർ വരെ ഓരോരുത്തർ. ബിസിനസ് ക്ലാസ്സിൽ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കാൻ പറ്റൂല. ഖത്തർവേസൊക്കെ ആണെങ്കിൽ പറ്റും, എയർ ഇന്ത്യയൊക്കെ ആണെങ്കിൽ മെല്ലെ ഒന്ന് ചാരിയൊക്കെ കിടക്കാം. ചോദിക്കുന്ന ഇഷ്ടമുള്ളതല്ല. വലക്കും ഫീഹാമ തഷ്തഹി അൻഫുസുക്കും. ഫസ്റ്റ് ക്ലാസിന്റെ പ്രത്യേകത വലക്കും ഫീഹാമ തഷ്തഹി അൻഫുസുക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ അവിടെ ഉണ്ടാവും. ബിസിനസ് ക്ലാസ്സിൽ വസക്കുമാ തദ്ദഉ, നിങ്ങൾ ചോദിക്കുന്നതൊക്കെ കിട്ടും. അടുത്തത് പിന്നെ സാധാ ക്ലാസ്സാണ്. അതിനകത്ത് നമ്മുടെ പറയ ബാർബർ ഷോപ്പിലെ തടിക്കസേരം അത് 2 സീറ്റ് എയർ ഇന്ത്യക്ക് ആണെങ്കിൽ ഉണ്ടാവും. അതിൽ മെല്ലെ ഇരിക്കുക, പെപ്സി മേടിച്ചാലും 38 റുപ്യ കൊടുക്കുക. ഇതാണ് സ്വർഗത്തിൽ. ഇങ്ങനെ പോലെയാണ് സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. 1 ഫസ്റ്റ് ക്ലാസ്, 2 ബിസിനസ് ക്ലാസ്. അള്ളാഹു നമ്മളെ ഫസ്റ്റ് ക്ലാസ്സിൽ എത്തിക്കട്ടെ. വാക്കവിയുടെ വകയല്ല. ومن يأته مؤمنا قد عمل الصالحات فأولئك لهم الدرجات العلى.
വമയഅതിഹി മുഅ്മിനൻ, ഒരാൾ വിശ്വസിക്കുകയും വഅമില സാലിഹാത്ത്, സൽക്കർമ്മം ചെയ്യുകയും ചെയ്താൽ ഫൗലൈക ലഹും ദറജാത്തുൽ ഉലാ, അവൻ 1-ാം ക്ലാസ്സിലായിരിക്കും. അള്ളാഹു നമ്മളെ എവിടെ എത്തിക്കട്ടെ. അതിന് സൽക്കർമ്മം മാത്രം ചെയ്യുക. എന്ത് ചെയ്യുക? സൽക്കർമ്മം. ഇതാണ് സൽക്കർമ്മങ്ങൾ, അൽ ബാഖിയാത്തു സാലിഹാത്ത്. ഇതാണ് ബാക്കി നിൽക്കുന്നതൊക്കെ. അൽഹംദുലില്ലാ, ഈ ഒരു സദസ്സോടുകൂടി അടുത്ത വർഷം നമ്മുടെ ഈ പരിപാടി ഇതിനേക്കാൾ റോയലായി കേരളത്തിലെ അത്ഭുതം. ഇതിപ്പോൾ തിരുവനന്തപുരം ജില്ല, ചെറിയങ്കോട് താലൂക്കൊക്കെ ഉള്ളൂ, വർക്കല താലൂക്ക്. ഇത് ഇൻഷാ അല്ലാഹ് നമുക്കൊരു സംസ്ഥാന ഖുർആൻ അവാർഡാക്കി മാറ്റി. ഈ റാത്തിക്കലിൻ്റെ പേരും പെരുമ ഇവിടെ ഒന്നും നിൽക്കരുത്. ഇവിടെ ഒത്തിരി വിഭവശേഷിയുണ്ട്. പക്ഷേ നിങ്ങളൊരു കസ്തൂരിമാനാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. കസ്തൂരി പുറത്തു വെക്കുമ്പോഴും അതിൻ്റെ സൗരഭ്യം എല്ലായിടത്തും അടിക്കുന്നുണ്ട്. പക്ഷേ മാനിതിരെ ഓടുന്നതല്ലാതെ മാനിനൊന്നും കിട്ടുന്നില്ല. ഹാഫിസ് മുഹമ്മദിൻ്റെ ഖുർആൻ ഇരുന്ന് ആദ്യം വിഭാഗത്ത് നടത്തിയത് ഞാനാണ്. ഓർമ്മയുണ്ട? കാരാളി കോണത്ത് ഞാനാണ് ഒരു 4 വർഷം മുമ്പ് കൊണ്ടുവന്നത്. ഇവിടെ ആർക്കും അറിയില്ല. ഞാൻ 4 വർഷം മുമ്പ് അസീം വാസിഫിൻ്റെ മകനെ എൻ്റെ മഹലായ കാരാളി കോണത്ത് ഞാൻ കൊണ്ടുവന്ന് അവിടെ ഖുർആൻ പേര് നടത്തിയിട്ടുണ്ട്, പ്രസംഗം നടത്തിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ അൽഹംദുലില്ലാഹ്, ഇത്രയും വലിയ വിഭവശേഷികൾ ഒരുമിച്ച് കൂടുമ്പോൾ അതിനൊക്കെ നേതൃത്വം നൽകുക നമ്മുടെ ബഹുമാനായ സിദ്ദീഖ് മന്നാനി. ഉത്സാഹത്തിൽ കയ്യും കാലും വെച്ച സിദ്ദീഖ് മന്നാനിയാണ്. അദ്ദേഹം ഓടി നടന്ന് 10 വർഷമായി. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. അദ്ദേഹം ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇത് മികച്ചതാക്കാൻ പരമാവധി അദ്ദേഹവും ഇതിൻ്റെ പ്രവർത്തകർ ശ്രമിച്ചിട്ടുണ്ട്. ഈ സൗകര്യങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന പരിപാടിയിൽ ന്യൂനതകളില്ലാതെ നല്ല രീതിയിൽ നടത്താൻ ഇതിൻ്റെ സംഘാടകർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇത് നൽകുന്ന റിസൾട്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ നാസിമുദ്ദീൻ മന്നാനി ചീഫ് ഇമാമായി വെട്ടൂർ ജമാഅത്തിലുണ്ട്. വലിയൊരു കമ്മിറ്റിയും ബന്ധങ്ങളും ഒക്കെയുണ്ട്. ബഹുമാന്യരായ പ്രഭാഷകർ, നമ്മുടെ ഷാജാമൗലിക്ക് അത്യുജ്വല പ്രഭാഷകരാണ്. ഇതൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട് നമുക്കിതിന് തർക്കുപുന്ന തബക്കൻ തബക്ക് പടിപടിയായി മേപ്പോട്ട് വളരണം, മുകളിലോട്ട് വരണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഇൻഷാ അല്ലാഹ് 2 അവാർഡ് കൂടിയുണ്ട്. അതുകൊണ്ട് ഉമ്മമാര് ഇവിടെ വെച്ച് ഉമ്മ തീരുമാനിക്കണം. ഉപ്പ ചിലപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടാവില്ല. എൻ്റെ ഉമ്മമാരോട് പറയാൻ, നിങ്ങൾ തീരുമാനിക്കണം, എൻ്റെ ഒരു മകനെ ഹാഫിളാക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെച്ചൂടെ? ഇവിടുത്തെ ഒരു വീട്ടിലൊരു ഹാഫിൾ ഉണ്ടാവും. അതാണ് ഇത് കൊണ്ടുണ്ടാവും. ഒന്ന് നിയ്യത്ത് വെക്ക്. എൻ്റെ ഇൻഷാ അല്ലാഹ് പറയും, ഉറക്കപ്പറ. ഇൻഷാ അല്ലാഹ് 2 സൈസ് ഉണ്ട്. ഒന്ന് ഇൻഷാ അല്ലാഹ് ഇസ്രായേൽ, ബനു ഇസ്രായേൽ പറഞ്ഞ ഇൻഷാ അല്ലാഹ് വൈന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദ്. മഞ്ഞ പശുവിനെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ വൈന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദ്, നോക്കട്ടെ, തീർപ്പി പിടിച്ച് കിട്ടിയാൽ കൊണ്ടുവന്നത്. ഇത് ഇൻഷാ അല്ലാഹ് ഇസ്രായേൽ, ബനു ഇസ്രായേൽ പറഞ്ഞ ഇൻഷാ അല്ലാഹ് അത് പറ്റും. രണ്ടാമത്തേത് ഇൻഷാ അല്ലാഹ് ഇസ്മായിൽ നബി പറഞ്ഞു ഇൻഷാ അല്ലാഹ് സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ആർക്ക് വാപ്പ? നമ്മൾ 2 പേരും സ്വർഗ്ഗത്തിലാന്ന് ഉറപ്പാ ഇൻഷാ അല്ലാഹ്. ഇസ്മായിൽ നബി പറഞ്ഞു ഇൻഷാ അല്ലാഹ് പറയണം. ഇത് ബനു ഇസ്രായേലായി. ഇസ്മായിൽ നബി പറഞ്ഞു ഇൻഷാ അല്ലാഹ് പറയും. പറയാ സാഹിബ്, ഉറക്കെ പറയാം. അങ്ങനെ തീരുമാനിച്ചവരൊക്കെ ഇന്ന് കൈവക്കി ഇൻഷാ അല്ലാഹ്. ബാക്കി അള്ളാഹുടെ കയ്യിലാണ്. തവക്കൽതു അലല്ലാഹ്. ഈ കൈവക്കിയവര് പകുതി മേര് മതി ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ തമാം ഹോളി ഖുർആൻ അവാർഡിന്റെ പ്രതിഫലം ഈ പൊക്കിയ കൈകളാണ്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. സഹോദരിമാര്, ഉമ്മമാരൊന്നിച്ചിരും. വൈലിത്തറ ഉസ്താദ് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. മക്കളില്ലാത്തവർക്ക് അള്ളാഹു ഇതിന്റെ ബറക്കത്ത് കൊണ്ട് സാലിഹായ സന്താനത്തെ കൊടുക്കട്ടെ. സന്താനം ഉണ്ടാവാനുള്ള ചികിത്സ ഖുർആൻ പറയുന്നു. ഈ സമയമില്ല, ഞാൻ പറഞ്ഞു തന്നെ. ചികിത്സയുണ്ട് ഖുർആനിൽ. അള്ളാഹു ഇബ്രാഹിം നബിക്ക് സാറാ ബീവിക്ക് മക്കളില്ലായിരുന്നു. ഒറ്റ വാക്കി കേട്ടോളി. അവർ 2 പേരും കൂടെ കാത്തിരിക്കുമ്പോൾ 2 അതിഥികൾ വീട്ടിൽ വന്നു. ഇബ്രാഹിം നബി പോയി സമീൻ, ഒരു തടിച്ചു കൊടുത്ത പശുക്കുട്ടിയെ പിടിച്ചോണ്ട് വന്നു. അതിഥികൾ വന്നാൽ എങ്ങനെ സൽക്കരിക്കണം? ഖുർആൻ പോയി തടിച്ചു കൊടുത്ത പശുക്കുട്ടിയെ കൊണ്ടുവന്നു. പള്ളിക്കൽ ഉസ്താദ് വന്നു. ഏതായാലും ഒരു കോഴി വസന്ത പിടിച്ച് ചാവാൻ നിൽക്കുക, അതിനെ പിടിക്കാന്നല്ല, ഉള്ളതിൽ ഏറ്റവും നല്ലത് അതിക്ക് കൊടുക്കാവൂ. ഇത് ഖുർആനാണ്. സമീൻ എന്ന് പറഞ്ഞത് അതിഥി മര്യാദ പഠിപ്പിക്കാൻ. സമീൻ എന്ന ഒറ്റ വാക്കിൽ അതിഥി മര്യാദ പഠിപ്പിച്ചു ഖുർആൻ. കൊണ്ടുവന്നു, അറുത്തു. ഭക്ഷണം കൊടുത്തപ്പോ പറഞ്ഞു, നിങ്ങൾ കഴിക്കാത്തതെന്താ? അപ്പൊ പറഞ്ഞു, ഇബ്രാഹിമേ, ഞങ്ങൾ കഴിക്കൂല. ലാ തസ്ലു ഇലൈഹി നക്റഹും ഫൗജസ മിൻഹും ഖീഫ. പറഞ്ഞു, ഞങ്ങൾ കഴിക്കില്ല, ഞങ്ങൾ മലക്കുകളാണ്. ഇന്നാ ഉർസൽനാ ഇലാ ഖൗമി ലൂത്ത്. ലൂത്ത് നബിയുടെ സമൂഹത്തെ നശിപ്പിക്കാൻ പോയ വടിയിൽ കയറിയതാണ്.
എന്നാ പിന്നെ നേരെ ലൂത്ത് നബിയുടെ സമൂഹത്തിലേക്ക് പോയാൽ പോരെ? ഇടയ്ക്ക് ഇബ്രാഹിമിന്റെ വീട്ടിൽ കയറിയത് എന്തിനാണ്? ഞങ്ങൾ ഇസ്ഹാഖ് എന്ന പൊന്നുമോനെ സാറ ഗർഭം ധരിക്കാൻ പോകുന്നു എന്ന് പറയാൻ വന്നതാണ്. വീട്ടിൽ വന്ന പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തപ്പോഴാണ് ഇസ്ഹാഖ് എന്ന പൊന്നുമോന്റെ സന്തോഷ വാർത്ത കിട്ടിയത്. അതുകൊണ്ട് മക്കളില്ലാത്തവർ പാവങ്ങൾക്ക് അധികമായി ഭക്ഷണം കൊടുത്തോളീൻ. അള്ളാഹു പെട്ടെന്ന് അനുകൂലമായ തീരുമാനം നൽകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അടുത്ത വായത്ത് നൗഷാദ് സാഹിബിന് വേണ്ടി 10-20 ലക്ഷം ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്. ആദർശ സാഹിബ് ഒന്ന് കേട്ടോളി. ഈ സഹായിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയാവോ? ഇവര് ചിലപ്പോൾ ജ്വല്ലറി ഇത് മേടിക്കാതിരിക്കാം, അവര് വീട്ടിൽ ഒക്കെ. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനം നിങ്ങളിൽ മാത്രമല്ല, പാവങ്ങളെ സഹായിക്കുകയോ ഭക്ഷണം കൊടുക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ മക്കളുടെ മക്കൾക്കും. സ്വന്തം മകളെ കല്യാണം കഴിച്ചപ്പോ വേറൊരു പെണ്ണിനെ കൂടെ കല്യാണം കഴിച്ചു കൊടുത്താൽ നീ കല്യാണം കഴിച്ചു വിട്ട മക്കൾക്ക് സാലിഹായ സന്താനമുണ്ടാകും. ഇസ്ഹാഖ് ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഇസ്ഹാഖിന് യൗക്കൂബ് എന്ന മകനുണ്ടാവും, യൗക്കൂബിന് യൂസുഫ് ഉണ്ടാവും. ഇതാണ് ഖുർആൻ. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തോ, പാവങ്ങളെ സഹായിച്ചോ, നിങ്ങളുടെ മക്കൾക്ക് നല്ല മക്കളാവും. ആ കെട്ടിച്ചു വിട്ട മക്കൾക്ക് നല്ല മോനുണ്ടാകും. ഇസ്ഹാഖ് നബിക്ക് യൗക്കൂബ് നബി ഉണ്ടായി, യൗക്കൂബ് നബിക്ക് യൂസുഫ് നബി ഉണ്ടായി. യൂസുഫ് നബി ഈജിപ്തിന്റെ രാജാവായി. അതുകൊണ്ട് ഇതൊന്നും ഇവിടുത്തെ നിക്ഷേപം, അവിടുത്തെ ആഗ്രഹമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ തീരുമാനം ഇൻഷാ അല്ലാഹ് നടപ്പാക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സദസ്സിനെ 2 അവാർഡ് കൂടി കൊടുത്ത് നമുക്ക് റാഹത്തായിട്ട് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് പിരിയാം. ഇതിലേക്ക് എന്നെ എത്തിച്ച നൗഷാദ് സാഹിബ് അബുദാബിയിൽ വെച്ചാണ് എന്നോട് ഇത് പറയുന്നത്. അൽഹംദുലില്ലാഹ് ഇവിടെ എത്താൻ കഴിഞ്ഞു. എൻ്റെ ഹജ്ജിൻ്റെ ഡേറ്റ് പോലും ഞാനൊരു പരിപാടിക്ക് വേണ്ടി മാറ്റി. എൻ്റെ ഗ്രൂപ്പുകാരെല്ലാം പോയി, ഇനി ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. ചൊവ്വാഴ്ച രാത്രി 12 മണിക്ക് ഞാൻ ഹജ്ജിന് പണിയാണ്. പിന്നെ ഇവിടെ നിന്ന് പോയി കോഴിക്കോട് നാളെ ഒരു വടകര ഒരു കല്യാണത്തിന് പ്രസംഗിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് പെട്ടിയെടുത്ത് ഹജ്ജിന് പോകും. അങ്ങനെ ഒരു ഷെഡ്യൂളിലാണുള്ളവനെ പെട്ടെന്ന് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അവാർഡ് കഴിഞ്ഞിട്ട് ദുആയൊക്കെ ഉസ്താദ് ഇൻഷാ അല്ലാഹ് നിർവഹിക്കും. ഇനിയിപ്പോൾ കാറ് വന്ന് ഞാൻ പോയാലേ അങ്ങോട്ട് എത്താം. ഞാൻ പൊക്കോട്ടെ. ശരി, ആയിക്കോട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു സന്ദേശം എല്ലാവരും ഏറ്റെടുക്കുകയും ഈ നാട്ടിലേക്ക് എത്തുന്ന മുഴുവൻ ആളുകളും ഇതിനുവേണ്ടി പരിശ്രമിക്കുകയും ഈ ആലിമീങ്ങളുടെ സേവനം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം 2017 തമാം ഹോളി ഖുർആൻ അവാർഡ് നമുക്കൊരു വലിയ സംഭവമാക്കി ഇൻഷാ അല്ലാഹ് നടത്തണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു നന്മ നൽകുമാറാകട്ടെ. ഇവിടെ എത്തിയ ഞാൻ നേരത്തെ ഇവിടെ വാതിന് വന്നിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് സാബു ഒക്കെ നടത്തിയൊരു വാതിന് ഞാനിവിടെ അടുത്ത് വന്നിട്ടുണ്ട്. അത് ഇപ്പം ഏത് സ്ഥലമെന്ന് എനിക്ക് അഴകമ്പള. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അടകമ്പളയിലെ റാത്തിക്കല്ലെ നൗഷാദ് സാഹിബിനൊക്കെ മുമ്പ് എനിക്ക് പണ്ടുള്ള സുഹൃത്താണ് നാസിമുദ്ദീൻ സാഹിബ്. അദ്ദേഹം അയത്തിലാണ് താമസം. എൻ്റെ വളരെ അടുത്ത് എന്നെ എൻ്റെ ഇല്ലായ്മയുടെ കാലത്തിൽ എന്നെ നല്ല സഹായിച്ചൊരു നല്ല സുഹൃത്താണ്. അദ്ദേഹം ഖത്തറിൽ നിന്ന് കുടുംബമായിട്ട് വന്നിട്ടുണ്ട് ഈ പരിപാടി ഉള്ളതുകൊണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ മക്കളെ സാലിഹ്യങ്ങളാക്കി കൊടുക്കട്ടെ, നല്ല സന്തോഷവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഉസ്താദന്മാരെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി 2 അവാർഡ് കൂടി കൊടുത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. നൗഷാദ് സാഹിബിൻ്റെ ഖുർആനിനോടുള്ള ഈ സ്നേഹം, അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിക്കാൻ അദ്ദേഹം തീരുമാനിച്ചപ്പെടും ഒരു ഹാഫിളിനെയാണ് അദ്ദേഹം തേടിയത്. അതേതാണ്ട് അൽഹംദുലില്ലാഹ് ഉറപ്പിച്ചതിനോടനുബന്ധിച്ച് അള്ളാഹു അതിനോട് ഹാഫിളീങ്ങളൊരു തലമുറയെ തന്നെ അള്ളാഹു വളർത്തിക്കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന അസാദ് സാഹിബ്, അദ്ദേഹത്തിൻ്റെ സഹോദരൻ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 അവാർഡ് കൂടി കൊടുത്ത് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്, ഏതായാലും ഞാൻ ഇതുവരെ ഇരുന്നിട്ട് ഇനിയിപ്പോൾ പൂർത്തിയാക്കാതെ ഉള്ള ദുആ ചെയ്ത് പിരിയും. അസ്സലാമു അലൈക്കും. 6-7 അവാർഡുകളുണ്ട്. 2 അവാർഡ് എന്ന് പറഞ്ഞാൽ ഉസ്താദ് ചിലപ്പോൾ കൂടുതൽ അവാർഡ് എന്ന് പറഞ്ഞാൽ ഉസ്താദിന് സമയമില്ലാത്തതിൻ്റെ പേരിൽ അനുവദിക്കില്ലെന്ന് വിചാരിച്ചിട്ട് ചുരുക്കിയതാണ്. ഇൻഷാ പെട്ടെന്ന് കഴിയും. എന്തായാലും അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട കബീർ ഉസ്താദിന് സദസ്സ് അല്ലാതെ പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. മൂപ്പര് സദസ്സ് കണ്ടിട്ടാണ് അങ്ങ് നല്ല ആവേശം കൊള്ളുന്നത്. പ്രസംഗമൊക്കെ പല പ്രാവശ്യം നമ്മളെല്ലാം കണ്ണുനീരൊഴിപ്പിച്ചു. അൽഹംദുലില്ലാഹ് ഈ പ്രഭാഷണവും
ഈ പരിപാടിയൊക്കെ നമ്മുടെ നാടിന് അല്ലാഹു തആല കനിഞ്ഞേകിയതാണ്. അതിന് ശുക്ർ ചെയ്യാം, അൽഹംദുലില്ലാഹ്. വിവിധ സംഘടനകൾ നമ്മളുടെ മഹല്ലിലും പരിസരങ്ങളിലൊക്കെ സന്നദ്ധ സംഘടനകളുണ്ട്. റാത്തിക്കൽ ജമാഅത്ത് ഉൾപ്പെടെയുള്ള ധാരാളം നാടിന് ഉപകാരപ്രദമായ ആതുര സേവനങ്ങളൊക്കെ ചെയ്യുന്ന സംഘടനകൾ. അപ്പോൾ നമ്മളുടെ തമാം ഹോളി ഖുർആൻ അവാർഡുമായി ബന്ധപ്പെട്ട് അവരെ എല്ലാം ഒന്ന് ആദരിക്കണം, ഒരു അവാർഡ് കൊടുക്കണം. അവർക്കുള്ളൊരു പ്രോത്സാഹനമായിട്ട് ഇനിയും നമ്മുടെ നാടിനു വേണ്ടി സേവനങ്ങൾ ചെയ്യുവാനുള്ള പ്രോത്സാഹനമായിട്ട് അങ്ങനെ തീരുമാനിച്ചതിന്റെ പേരിലാണ് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് കഴിയും. റാത്തിക്കൽ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ റാത്തിക്കൽ കൂട്ടായ്മയുടെ പ്രസിഡന്റ്, റാത്തിക്കൽ യുവസംഘത്തിന്റെ പ്രസിഡന്റ്, വി വോക്കിന്റെ പ്രതിനിധി ഹക്കീം കോശി, അതുപോലെ വികാന്റെ പ്രതിനിധി, വെബ്സിന്റെ പ്രതിനിധി, സ്നേഹതീരത്തിന്റെ പ്രതിനിധി എന്നിവർ മുൻഭാഗത്തേക്കൊന്ന് വരണമെന്ന് അറിയിക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് പരിപാടി പെട്ടെന്ന് കഴിയേണ്ടതാണ്, ഒന്ന് മുൻഭാഗത്തേക്ക് വരിക. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മളുടെ തമാം ഹോളി ഖുർആൻ 20 ലക്ഷം രൂപ ചെലവുള്ള നമ്മളുടെ പരിപാടിയുടെ മുഴുവനും ചെലവ് അതിന്റെ ബഹുമാനപ്പെട്ട നൗഷാദ് സാഹിബാണ്. നമ്മളുടെ ഈ പരിപാടി നടത്തുന്നുള്ള പ്ലാറ്റ്ഫോമും ഇതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുത്ത് നമ്മളുടെ അടിസ്ഥാന നമ്മളുടെ ഭാഗമാണ്, നമ്മളുടെ മാതൃകാ പ്രസ്ഥാനമാണ് നമ്മളുടെ റാത്തിക്കൽ മുസ്ലിം ജമാഅത്ത്. അതിന്റെ ചെലവിലേക്കും അതിന്റെ കാര്യത്തിന് വേണ്ടി നമ്മളുടെ യുവസംഘത്തിലെ ചെറുപ്പക്കാര് ബക്കറ്റുമായിട്ട് ഒരു ബറക്കത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ഉസ്താദിന് വേണ്ടി നിങ്ങൾക്ക് ദുആ ചെയ്യും. പെട്ടെന്ന് നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു പോകും. ഇടയിലൂടെ അവര് അതിനെ സഹായിച്ച് അതിനോട് സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. റാത്തിക്കൽ മുസ്ലിം ജമാഅത്തിന്റെ മഹത്തരമായ സേവനങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് അതിനെ കണക്കിലെടുത്ത് റാത്തിക്കൽ മുസ്ലിം ജമാഅത്തിനെ അവാർഡ് കൊടുത്ത് ആദരിക്കുന്നു. അത് നമ്മളുടെ വെട്ടൂർ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും ഇവിടെ നമ്മളുടെ സന്നിധിനായിരിക്കുന്ന ബഹുമാനപ്പെട്ട അസീം സുയി സാർ ആണ് അത് അവാർഡ് നൽകുന്നത്. അത് സ്വീകരിക്കുന്നതിന് വേണ്ടി റാത്തിക്കൽ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അസ്ലൻ സാഹിബ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അല്ലാഹു അക്ബർ. റാത്തിക്കൽ കൂട്ടായ്മ അൽഹംദുലില്ലാഹ്, നേരത്തെ ഞാൻ പരാമർശിച്ചതുപോലെ ബഹുമാനപ്പെട്ട കബീർ ഉസ്താദ് പറഞ്ഞതുപോലെ ധാരാളം സംരംഭങ്ങൾ ഇവിടെ സമാഹരിച്ച് നമുക്ക് ധാരാളം അത്ഭുതങ്ങൾ തന്നെ കാണിക്കാൻ കഴിയുന്ന ധാരാളം സംഗതികൾ ഇവിടെ ഉണ്ട്. അതിന്റെയൊക്കെ ഭാഗമാണ് റാത്തിക്കൽ കൂട്ടായ്മയും. പ്രവാസികൾ ഏകദേശം 500-ൽ പരം മെമ്പർമാര് പ്രവാസി സംഘടനകളുണ്ട്. ഖത്തർ, UAE, സൗദിയില്, അലൈൻ ഉൾപ്പെടെയുള്ള അവരുടെ സന്നദ്ധ സംഘടന റാത്തിക്കൽ കൂട്ടായ്മ. പ്രവാസികളായ സഹോദരങ്ങൾ അവരുടെ കഷ്ടപ്പാടിനിടയിലും നമ്മുടെ നാട്ടിലെ ഇല്ലായ്മയും വല്ലായ്മയും ഉള്ളവരെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങി അവരുടെ അധ്വാനത്തിന്റെ ഭാഗം കൊടുത്തുകൊണ്ടിരിക്കുന്ന റാത്തിക്കൽ കൂട്ടായ്മ അതിന്റെ ആദരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തമാം ഹോളി ഖുർആൻ അവാർഡിന്റെ ചെയർമാൻ നൗഷാദ് സാഹിബ് ഇൻഷാ അല്ലാഹ് റാത്തിക്കൽ കൂട്ടായ്മയുടെ റാത്തിക്കൽ ബ്രാഞ്ച് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽ കലാം ഹാജിക്ക് അവാർഡ് കൊടുത്തുകൊണ്ട് ചെയ്യുകയാണ്. അല്ലാഹു അക്ബർ. അതുപോലെ തന്നെ റാത്തിക്കൽ റാത്തിക്കൽ യുവസംഘം ഇൻഷാ അല്ലാഹ് അതിന് സ്വീകരിക്കുന്നതിന് വേണ്ടി നസീബ് സാഹിബ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അത് ബഹുമാന സാഹിബാണ്. അടുത്ത വീക്കാൻ മൗണ്ട് പ്രദേശത്തും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹോദരന്മാരാണ് എന്റെ പ്രതിനിധികൾ. വെബ്സ് വെട്ടൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവാസി സംഘടന ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രതിനിധിയായിട്ട് നമ്മളുടെ ഇവിടത്തെ അബ്ദുൽ അഹദ് മന്നാനി, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും ഇവിടുത്തെ എന്റെ സഹപ്രവർത്തകനുമാണ്. ഈ പരിപാടിക്ക് ഓടി നടന്ന അദ്ദേഹം വെബ്സ് വെട്ടൂരിന്റെ പ്രവാസി സംഘടന അതിന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം ഇൻഷാ അല്ലാഹ് അതിന് നൽകുന്നതിന് വേണ്ടി നമ്മളുടെ തമാം ഗ്രൂപ്പിന്റെ ചെയർമാന്റെ പിതാവ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ് അവരെ ക്ഷണിക്കുകയാണ്. സ്നേഹതീരം നമ്മളുടെ ധാരാളം വാഴ് പരിപാടിയും മറ്റൊക്കെ സംഘടിപ്പിക്കുന്ന സ്നേഹതീരം അത് അവാർഡ് നൽകുന്ന ബഹുമാനപ്പെട്ട സക്കീർ സാദി ഉസ്താദ് അവർകളാണ്. ഇവിടുത്തെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനായ എല്ലാത്തിനും ഓടി നടന്നുകൊണ്ട് പ്രവർത്തിച്ച നമ്മളുടെ ഇവിടുത്തെ സ്റ്റാഫ് ബഹുമാനപ്പെട്ട സക്കീർ ഉസ്താദ് ചെയർമാൻ കൊടുത്തു. അൽഹംദുലില്ലാഹ്.
നമ്മളുടെ പലപ്പോഴും ബഹുമാനപ്പെട്ട കബീർ ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ കടന്നു വന്ന നമ്മുടെ കൈരളി ജുവലേഴ്സിന്റെ MD ബഹുമാനപ്പെട്ട നാദർ ഷാ സാഹിബ് ഇതുപോലെയുള്ള ഖുർആനിന്റെ പ്രചരണത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി തന്നെ ഖുർആൻ പഠിക്കുന്ന ഒരുപാട് മക്കളെ പോറ്റുന്ന അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ തമാം ഹോളി ഖുർആൻ ഒരു അവാർഡ് നിശ്ചയിച്ചിട്ടുണ്ട്. നിശ്ചയിച്ച പ്രകാരം അത് നൽകുന്നതാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മുടെ എല്ലാവരെയും പ്രവർത്തനങ്ങളെ സ്വീകരിക്കട്ടെ. ധാരാളം പേര് ഈ പരിപാടിക്ക് വേണ്ടി സാമ്പത്തികമായി തമാം ഗ്രൂപ്പ് നിർവഹിച്ചു. ബാക്കി കായികപരമായി ധാരാളം ആളുകൾ ഇവിടുത്തെ കൂട്ടായ്മകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സഹോദരൻ 6666 വിനീതൻ്റെ കോളേജിലേക്ക് നിയ്യത്താക്കി നൽകിയിട്ടുണ്ട്. വേറൊരു സഹോദരൻ ഹിഫ്ള് പഠിക്കുന്ന ഫർസാന എന്ന മകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ ഞാനും എൻ്റെ ഭാര്യയും കൂടി ചൊവ്വാഴ്ച രാത്രി ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്. എല്ലാവരും മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. ഇവിടുത്തെ ബഹുമാന്യരായ ഉസ്താദന്മാർ, ബഹുമാന്യനായ കടുവയിൽ ഷാജഹാൻ മൗലവി, നാസിമുദ്ദീൻ മന്നാൻ, ഇവരൊക്കെ എൻ്റെ വലിയൊരു അഭ്യുദയകാംക്ഷികളാണ്. ഒരു പ്രഭാഷകനെ സംബന്ധിച്ചോളം പ്രസംഗത്തെ വിലയിരുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യലൊക്കെ പിന്നീടുള്ള പ്രസംഗങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. ആ രീതിയിൽ എൻ്റെ വലിയ ഒരു അഭ്യുദയാംശികളാണ് അവരിരുവരും. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ പരിപാടി ലോകം മുഴുവനെ ലൈവായി കാണുന്നുണ്ട്. ഇപ്പോൾ ഇസ്തിഖാമ ലൈവ് TV-യിലൂടെ കല്യാണം കഴിഞ്ഞ 4 വർഷമായി ഈ കുട്ടികളില്ല സ്ഥാപനത്തിലേക്ക് 6600 റയീസ് കോഴിക്കോട് ലൈവായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ ഈ പരിപാടി ഇപ്പോൾ റാത്തിക്കൽ മാത്രമല്ല, കേരളത്തിൻ്റെ 14 ജില്ലകളിലും ഗൾഫ് രാഷ്ട്രങ്ങളിലും ഇപ്പോൾ കോഴിക്കോട് നിന്നാണ് ഒരു പയ്യ ഇത് ലൈവായി കണ്ടിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞു. ഇസ്തിഖാമ ലൈവ് TV-യിലൂടെ എൻ്റെ എല്ലാ പരിപാടിയും അവർ ലൈവായിട്ട് കൊടുക്കുന്നുണ്ട്. ലോകം മുഴുവൻ ഈ പരിപാടി ഇവിടെ കൂടിയതിൻ്റെ 10 ഇരട്ടി ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് സഹായങ്ങൾ ചെയ്തു തന്നത് ഒറ്റപ്പാലത്ത് എൻ്റെ കോളേജിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന സാലിഹ്, ഷാഫി, അവരിരുവരുമാണ്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. റഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത സർവ്വ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കണേ അല്ലാ.